പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പി.കെ. ജോൺസൺ അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തുന്നതിന് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി.കെ. ജോൺസൺ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പാസ്റ്ററെ ഒന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്റർ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? കോട്ടയം അയർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടില് ഞാനും ഭാര്യ ഇപ്പോഴുള്ളൂ. ആയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു കർത്തദാസി. അതിനുശേഷമായി ബൈബിൾ കോളേജ് പഠനാനന്തരം എന്നോട് ചേർന്ന് കർത്താവിന്റെ പേര് ചെയ്യുന്നു. സംഗീത ശുശ്രൂഷയിലും വയന ശുശ്രൂഷയിലും സൗകര്യമായ ലോകത്തിലൊക്കെ ആത്മാർത്ഥമായി അധ്വാനിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ പരിചയപ്പെടുത്തി വളരെ സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതലുള്ള നല്ല ഓർമ്മകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങൾ പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. അരോമ ടിവിയിൽ സംബന്ധിക്കുന്ന പ്രേക്ഷകരായിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ എന്റെ സ്നേഹമെന്ന് അറിയിക്കുന്നു. വിശേഷാൽ ഞാൻ വളരെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവർക്ക് കുടുംബത്തിൽ തന്റെ മിനിസ്റ്ററിക്ക് വേണ്ടി ഏകദേശം 1 വർഷമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നാണ് ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായത്. വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു ഇന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അതുകൊണ്ട് എന്റെ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഒരു വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എന്റെ ഭാര്യയെ മാത്രമേ പരിചയപ്പെടുത്തുള്ളൂ. എന്റെ ജന്മസ്ഥലം ഓർത്തു പറഞ്ഞാൽ കോട്ടയം പള്ളിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അതിന്റെ കാരണം എന്റെ പിതാവ് ബ്രിട്ടീഷ് കരസേനയുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് എന്റെ അമ്മയുടെ പള്ളിക്കത്തോടിലായതുകൊണ്ട് ഞാൻ ജനിച്ചത് അവിടെയാണ്. എന്നാൽ പിതാവിന്റെ ജോലിക്ക് ശേഷമായിട്ട് അദ്ദേഹം അയർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് സ്ഥലം വാങ്ങി ഇവിടെ പാർത്തു. ഞങ്ങൾ 100 വർഷത്തോളമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ എന്റെ അപ്പന്റെ വീട് മുട്ടിയറ എന്ന് പറയുന്ന സ്ഥലമാണ്. മുട്ടിയറ പറപ്പള്ളി എന്ന് പറയുന്ന കുടുംബമാണ്. അപ്പന്റെ പേര് പി.ടി. കുര്യാക്കോസ്, അമ്മയുടെ പേര് ഏലിയാമ്മ കുര്യാക്കോസ്. ഞങ്ങള് 7 മക്കളാണ്. 5 സഹോദരന്മാരും 2 സഹോദരിമാരും. മൂത്ത സഹോദരൻ ജീവിച്ചിരിക്കുന്നു. 91 വയസ്സ് പ്രായമുണ്ട്. അവരെ അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളൊക്കെ മക്കളോടുകൂടെ യാത്ര ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്നു. ഭർത്താവ് മരിച്ചുപോയി. രണ്ടാമത്തെ ജ്യേഷ്ഠൻ കുട്ടപ്പൻ എന്ന് പറയും. അദ്ദേഹം ഭാര്യയും തന്റെ 2 ആൺമക്കളും 2 ആൺമക്കളുടെ ഭാര്യമാരും വിശ്വാസത്തിലാണ്. അവരെ IPCയുടെ ബന്ധത്തിൽ തിരുവഞ്ചൂർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് IPCയുടെ ബന്ധത്തിൽ കർത്താവിന്റെ സേവനത്തിലായിരിക്കും. എന്റെ നേരെ ഇളയ സഹോദരൻ കത്തോലിക്ക വൈദികനാണ്. അദ്ദേഹം മധ്യപ്രദേശത്തെ കാണ്ടുവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബിഷപ്പ് ഹൗസിലെ പ്രവർത്തകനും അവിടെ സീനിയർ വൈദികനുമാണ്. മാത്രമല്ല ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് പോയപ്പോൾ എന്റെ സഹോദരൻ എഞ്ചിനീയറായി, കണ്ണന്തേവൻ കമ്പനി എഞ്ചിനീയറായ സേവനം ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം എന്നെ കത്തോലിക്ക സഭ അന്നത്തെ കാലത്ത് വിശ്വാസം വരുന്നവരുടെ പെന്തക്കോസ്ത് വളരെ അപൂർവമാണ്. 2 പേരേ ഉള്ളൂ. MD ജോസഫ് എന്ന IPCക്കാരനും MI ജോസഫ് എന്ന് പറയുന്ന ചർച്ചോക്കുടിക്കാരൻ 2 പേര് മാത്രമേ അന്നത്തെ കാലത്ത് പെന്തക്കോസ്ത്. അത് കഴിഞ്ഞ് ഞാനാണ്. അതിന്റെ ഇളയൊരു സഹോദരിയാണ്. അവള് മോണി എന്നാണ് അവളുടെ പേര്. അവളെ വിവാഹം കഴിച്ചത് ഏറ്റുമാനൂരാണ്. ഭർത്താവ് മരിച്ചുപോയി. അവള് വാസ്തവത്തിൽ യേശുക്രിസ്തുവിന്റെ വചനം അനുസരിക്കേണ്ടവളായിരുന്നു. പക്ഷെ സാധിച്ചില്ല. എന്താണെന്ന് ചോദിച്ചാൽ സാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവായിട്ട് കണ്ണിന് മുമ്പിൽ, ദർശനമല്ല, സ്വപ്നമല്ല, പ്രാവായിട്ട് സ്ഥാനപ്പെടുത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള ചാണ്ടപ്പിള്ള സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് തലയുടെ മണ്ടയിൽ നിൽക്കുന്നത് കണ്ടതാണ്. പക്ഷെ അവൾ മാനസാന്തരപ്പെട്ടില്ല. അവൾ ഇന്നും അതുകൊണ്ട് ശിക്ഷാർഹമെന്ന പോലെ കിടക്കുകയാണ്, മഹാരോഗിയായിരിക്കുകയാണ്. കഥാസ്വാദം. അതിന്റെ ഇളയത് ഒരു വൈദികനാണ്. അദ്ദേഹം ലോകത്തിലെ 40 രാജ്യങ്ങളിൽ ക്രിസ്ത്യാനി പഠിപ്പിക്കുന്ന ഒരു പോപ്പിന്റെ ഡയറക്ടറായിട്ട് ഇന്ത്യയിൽ 3 പേരുള്ളതിൽ ഒരാളാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫസറാണ് ഫാദർ ഡോക്ടർ ജേക്കബ് പറപ്പള്ളി. അദ്ദേഹം MSFS എന്ന് പറയുന്ന മിഷൻ സംഘടനയിലാണ്. അദ്ദേഹം ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു KP യോഗനാഥൻ സഞ്ചരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹമാണ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത് പറയാറ്. അദ്ദേഹം എൻ്റെ ആത്മസുഹൃത്താണ്. അവരൊക്കെ സഹോദര ബന്ധത്തിൽ യാതൊരു വിഘടനവുമില്ല. അതുപോലെ അവരുടെ ആ ശുശ്രൂഷകൾ, അവരുടെ സെമിനാരികളൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവസരം തരുന്നുണ്ട്.
എതിർപ്പുകളൊന്നും തന്നെ ദൈവറിയാൻ ഇപ്പോഴില്ല. കർത്താവിന് സ്തോത്രം. ITIയിലെ ഒരു കോളേജ് ലെക്ചറർ ആയിരുന്നു. അവനാണ് എന്നെ ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ഭവനത്തിൽ താമസിച്ചത്. ഈ ഭവനം വിട്ട് ഞാൻ പോയതാണ്. പിന്നീട് വരുമ്പോൾ പറഞ്ഞുകൊള്ളത്. അങ്ങനെ ആ പ്രിയപ്പെട്ടവൻ അറ്റാക്ക് മരിച്ചു 12 വർഷങ്ങൾക്ക് മുമ്പ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30 ഭാര്യയും മരിച്ചു. അതാണ് എൻ്റെ കുടുംബത്തിന്റെ ചരിത്രം, സഹോദരി ചരിത്രം. എന്റെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 2 വിവാഹം കഴിക്കുന്നതായിട്ട് വന്നു. ആദ്യം വിവാഹം കഴിച്ചത് 1974 പാസ്റ്റർ KC ജോൺ, KC സൗമ്യൽ, KC ആ പ്രിയപ്പെട്ടവരുടെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠത്തിയാണ്. അവരുടെ അനുജത്തിയാണ് എൻ്റെ ഭാര്യ. അവൾ തങ്കമ്മ ജോൺസൺ എന്ന് പറയും. അവൾ ലാബറട്ടറി ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് അവൾ സെമിനാരി പഠിച്ചു. വിവാഹത്തിന് ശേഷം 1974 മെയ് മാസം 23-ാം തീയതി അതിൽ 3 മക്കളെ ദൈവം എനിക്ക് ദാനം ചെയ്തു. മൂത്ത മകൻ മിഷണറി ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റിന് ശേഷമായിട്ട് MD എല്ലാം പഠിച്ച ശേഷമായിട്ട് KP യോഗനാൻ പെന്തക്കോസ്തിലായിരുന്ന കാലത്ത് അവിടുത്തെ സെമിനാരിയിലെ അധ്യാപികയും ഗായികയുമായിരുന്നു. ഇപ്പോൾ അവര് ഉത്തർപ്രദേശത്ത് ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മിഷണറിയായിട്ട് വർക്ക് ചെയ്യുന്നു. ACA ചർച്ചുകളുടെ ബന്ധത്തിൽ നല്ലൊരു ശുശ്രൂഷ ചെയ്യുന്ന സഹോദരിയാണ്. അവൾ റേഡിയോയിലും ടെലിവിഷനും ഒക്കെ പാടുകയും ഒരു സംഗീതജ്ഞയാണ്. ദൈവത്തിന്റെ സ്വന്തം സംഗീതവും പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ITIയിലെ മകള് കെസിയ എന്ന് പറയും. അവളെ നേഴ്സായിട്ട് സേവനിച്ചുകൊണ്ടിരുന്നു. ദുബായിലായിരുന്നു. അവൾ ഇപ്പോൾ കേരളത്തിൽ കുമരകത്ത് താമസിക്കുന്നു. 3ാമത് കുട്ടി ഉണ്ടായത് ബ്രേക്ക് ആയിട്ട് ജനിച്ച കുട്ടിയാണ്. ആ കുട്ടി ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ കിഡ്നി ഡാമേജ്, വാൽവ് ഡാമേജ്, സെൽസ് ഡാമേജ് ആയി ജനിച്ച ഒരു കുട്ടിയായിരുന്നു. പ്രാർത്ഥനയാദ്യം വിടുവിച്ചു. 12 വയസ്സ് വരെ ആ സിട്ടിയായിരിക്കുന്ന വ്യക്തി ജീവിച്ചിരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം അവൾക്ക് 23.25 വയസ്സ് വരെ ഭാഗ്യം കൊടുത്തു. രോഗശാന്തി വരവും കൃപാവരവും ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയിട്ടില്ല, വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല. അവളെ അന്യഭാഷ പറയും. ദൈവദാസന്മാരെ മാത്രമല്ല വൈദികരായിട്ടുള്ള അവരെ കന്യാസികളായിട്ടുള്ള ആളുകളൊക്കെ വന്നാൽ അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത്ഭുതമായ വിടുതൽ കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു. അത് മാത്രമല്ല ജർമ്മനിയിൽ നിന്നുള്ള ഹെൽമ എന്ന് പറയുന്ന സഹോദരി 2 ഒക്കത്തും വടി വെച്ചുകൊണ്ട് വന്ന സ്ത്രീയെ പ്രാർത്ഥിച്ച് കർത്താവ് സൗഖ്യമാക്കി. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ കടന്നുവരടിയായി ചെന്നു. അവിടെ യെരുശലേമിൽ അയക്കണമെന്ന് പറഞ്ഞ് അവൾ 1 ലക്ഷം രൂപ എൻ്റെ അനുജന്റെ കയ്യിൽ കൊടുക്കുവാനായി ചെന്നു. ആ 1 ലക്ഷം രൂപ കൊണ്ട് ഞാൻ യെരുശലേമിൽ സന്ദർശിപ്പാടിയായി. അതിന് പിന്നീട് പറഞ്ഞുകൊള്ളാൻ കർത്താവ്. അതാണ് എൻ്റെ കുടുംബ ചരിത്രം എന്ന് പറയുന്ന കർത്താവ് സ്തോത്രം. കർത്താവിന്റെ വലിയ കൃപയാലെ ഈ ആരോമ TVയെ കുറിച്ചുള്ള അറിവ് എനിക്ക് കുറെ നാളുകൾക്ക് മുമ്പ് കിട്ടി. പല പ്രാവശ്യം ഞാൻ സാക്ഷ്യം കേൾപ്പിടയായി ചെന്നു. ഇന്റർനാഷണൽ ആയിട്ടുള്ള എല്ലാ മലയാളികളും ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, പ്രസംഗമാണ്. ഇതിന്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമാണെങ്കിൽ അത് ഡാനിയൽ ജോൺ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സുവിശേഷ ദർശനമുള്ള വ്യക്തിയാണെന്നും സുവിശേഷത്തെ ജീവിതങ്ങളെ വിടുതലേക്ക് കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്ന ഒരു മാന്യനായ അഭിഷക്തനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവ്. കാരണം ഞാൻ ഭാരത സുവിശേഷികളുടെ ദർശനമുള്ള വ്യക്തിയാണ്. ഭാരതത്തിന്റെ 19 സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട് ഗ്രാമങ്ങളിലൊക്കെ ശുശ്രൂഷിപ്പാനിടയായിട്ടുള്ളത് കൊണ്ട് എനിക്ക് ആ ദർശനത്തെ മനസ്സിലാക്കുവാനും പരിചയപ്പെട്ടിട്ട് എന്റെ 1.5 കൊല്ലത്തോളമായി. അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആരോമ TVയിൽ വരണമെന്ന്. അത് ആരോമ TVയിൽ സംബന്ധിക്കുന്ന എന്റെ പ്രേക്ഷകരായ ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. 4-5 മണിക്കൂറെങ്കിലും ദിവസനയിൽ മുഴങ്കാലും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് കാരണം ഞാൻ വിശ്വാസത്തിൽ വരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ കയറ്റുകയില്ലായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞുകൊള്ളാം. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ കപ്പക്കാലാകളിലും റബ്ബർ തോട്ടങ്ങളിലും കരിമ്പ് കാലാകളിലും പോയിരുന്നു. മുഴങ്കാലുമേൽ ഇത് പ്രാർത്ഥിച്ച കർത്താവിന്റെ സ്നേഹം ആസ്വദിച്ച ഒരു വ്യക്തിത്വമായി. അതുകൊണ്ട് പ്രാർത്ഥനയുടെ വലിയൊരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ഞാൻ ഓൺലൈനായിട്ട് 5000 പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പുരോഹിതന്മാരും കന്യാസികളും ബന്ധുക്കോസുകാരും അല്ലാത്തൊരു ആളുകൾ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു. അതുകൊണ്ട് മുഴങ്കാലും മേൽ ഇരിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി വിടുവിക്കുന്നു. ഇന്നെനിക്ക് ഒത്തിരി ഭാരം തോന്നി. കാരണം ഇത് തടസ്സപ്പെടുന്ന വിഷാദാണ്. കാരണം ഇത് ആയിരങ്ങൾക്ക് വിടുതൽ കിട്ടുന്ന ഒരു അനുഭവമാണ്. അനേക ജീവിതങ്ങൾ ഉദ്ധരിക്കപ്പെടാൻ സാധിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. പഠനത്തെ കുറിച്ച് പറയാം. എന്റെ പഠനം സെക്യുലറായിട്ട് എനിക്ക് അധികം പഠിക്കുവാൻ സാധിച്ചില്ല. ഞാനൊരു ബുദ്ധി കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം ഞാൻ തോറ്റുപോയി. അത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യനായിരുന്നു.
അപ്പോൾ എന്റെ നേരെ ഇളയ സഹോദരൻ ഇപ്പോൾ ഫാദർ ജോയി ആയിരിക്കുന്ന പുള്ളി 4ാം ക്ലാസ് 1ാം ക്ലാസ്സിൽ ഞാൻ 4 ക്ലാസ് തോറ്റപ്പോൾ പുള്ളി 5ാം ക്ലാസ് കഴിഞ്ഞ് അന്നത്തെ ക്ലാസ് 6ാം ക്ലാസ്സിലേക്ക് കയറി, അല്ലെങ്കിൽ 6 പോയിലേക്ക് കയറി. അപ്പോൾ എന്റെ 2ാം ക്ലാസ് വിദ്യാഭ്യാസത്തോടുകൂടെ എന്റെ വിദ്യാഭ്യാസം അവസാനിച്ചു. സ്വത്രം. പക്ഷെ ഇനി ഞാൻ PhD കാരനാണ് എന്ന് പറഞ്ഞാൽ പെന്തിക്കോസ്തുകാർ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ 2ാം ക്ലാസ് വരെ എനിക്ക് പഠിക്കുവാൻ ഇടയായിട്ടുള്ളൂ. പിന്നീട് എന്റെ ജീവിതം വളരെയധികം പ്രയാസമേറിയ അവസ്ഥകളായിരുന്നു. ഞങ്ങളുടെ പിതാവ് പട്ടാളത്തിൽ, അദ്ദേഹം പറഞ്ഞല്ലോ, പട്ടാളത്തിൽ വന്നിച്ചാൽ അദ്ദേഹം മറ്റു ജോലികൾക്കൊന്നും പോകാനും സാധ്യതയില്ലാത്തൊരു കാലഘട്ടം. അല്പം സ്ഥലമുണ്ട്, അതിനകത്തുള്ള കൃഷി കാര്യങ്ങളൊക്കെ ഒത്തിരി ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടിണിയും പൈതാങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പം വിവരിക്കുന്നില്ല. അങ്ങനെ പഠനം നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാന്റെ ബുദ്ധിയെ തുറക്കോടെ അയച്ചു. എന്നെ ബുദ്ധിയെ തുറന്നപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളോട് ഞാൻ പറയട്ടെ, മലയാളം 2 ക്ലാസ് പാസ്സാകത്തെ എന്നെ തമ്പുരാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഇംഗ്ലീഷിൽ ലേബ് ട്രെയിനിങ് LT എന്ന് പറയുന്ന ഡിഗ്രി എടുക്കുവാനായിട്ട് കർത്താവ് എനിക്ക് സഹായിക്കും. ഡോക്ടർ ജോൺ താർണിക്കൽ എന്ന് പറയുന്ന അസംബ്ലീസ് ബോർഡിന്റെ സദേൺ ഏഷ്യ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന ജോൺ താർണിക്കൽ നടത്തിയതായിട്ടുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസ കാലത്ത് പത്താംകോട് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ട്രെയിനിങ്ങിൽ എനിക്ക് LT 3rd ക്ലാസ്സിൽ പാസ്സായി. മലയാളം പഠിക്കാത്ത ഞാൻ ദൈവവിഹാർ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, അന്യഭാഷയുടെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിന്റെ ബുദ്ധിയെ തുറന്നു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ സംസാരിക്കണയായി. ഈ ഭാരതത്തിൽ എവിടെ യാത്ര ചെയ്താലും വഴിതെറ്റാതെ നടത്തിയിട്ടുള്ളത് ഭാഷാപരമുണ്ടാണ്. കർത്താവ് സ്തോത്രം. അതിനുശേഷമായി മണക്കാലായി MTS എന്ന് പറയുന്ന മണക്കാല തിയോളജിക്കൽ സെമിനാരി, വളരെ പ്രസിദ്ധമായ PhD കൊടുക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ സെമിനാരി കേരളത്തിലെ. ആ സെമിനാരിയിൽ 1970 എനിക്ക് പഠിക്കുകയായി. 70-73 കാലഘട്ടങ്ങളിൽ അവിടെയും ബേർസേവ എന്ന് പറയുന്ന ചെന്നിത്തല ബൈബിൾ സ്കൂളിലും പഠിച്ച് അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം. വിവാഹത്തുകാരൻ ഞാൻ പറഞ്ഞല്ലോ, 1974 മെയ് മാസം 23-ാം തീയതിയാണ് ഈരയിൽ തങ്കം വിവാഹം കഴിച്ചു. അവള് വളരെ ശക്തമായ സുവിശേഷകയായിരുന്നു. പക്ഷെങ്കിൽ കിഡ്നി ഡാമേജായി 2000 ആണ്ട് ഡിസംബർ മാസം 25-ാം തീയതി അവൾ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു. അമേരിക്കയുടെ യാത്ര വളരെ പ്രത്യാശയോടുകൂടെ ദിവസനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ദിവസനെ കടന്നുകൂടെ അയച്ചിരുന്നു. അപ്പോൾ അന്ന് ജനിച്ചിരുന്ന ആ കുട്ടി ബലഹീനയായ ഒരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡാമേജ് ആയ കുട്ടി. ആ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എങ്ങനെ വളർത്തിയെടുക്കുവാൻ സാധിക്കുള്ള ചിന്തകൾ എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ദൈവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മയും കർത്താവിന്റെ ദാസന്മാരായ TG കോശി, ഡോക്ടർ TG കോശി മണക്കാല തിയോളജി സെമിനാരിയുടെ ഫൗണ്ടർ പ്രസിഡന്റ്, അത് VCT സാറ്, എന്റെ ചർച്ചക്കോട്ടിന്റെ മഹോത്സവ മുതലായ ദിവരാസന്മാർ പലതിനെ വിളിച്ച് ഗുണദോഷിച്ചു. ഞാൻ പറഞ്ഞു ഇനിയൊരു വിവാഹത്തിന് താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആ സന്ദർഭമായിരുന്നു. പക്ഷെങ്കിൽ അവരെ നിർബന്ധിച്ച് ഗുഡ്നൂസിനകത്ത് കൊടുത്ത് ഗുഡ്നൂസ് മുഖാന്തരമായിട്ടുള്ള ആലോചനയിൽ JC ദേവ് എന്ന് പറയുന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ അദ്ദേഹത്തെ വിശ്വാസത്തെ കൊണ്ട് സ്ഥാനത്തിലേക്ക് നയിച്ചതും ഞാൻ ഒന്നിച്ച് ഹൈസ്കൂളിൽ പഠിച്ചു വേണ്ടി അമ്മ എന്റെ വീട്ടിൽ ആദ്യമായി ഒരു പെന്തിക്കോസ്തുകാരനെ കയറ്റുന്നത് JC ദേവിനെയാണ്. ആ ദേവിന്റെ ആലോചന പ്രകാരം ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ദൈവദാസി 2002 ആ പ്രിയപ്പെട്ടവള് കോട്ടയത്തുള്ള കഞ്ഞിക്കുഴി എന്ന് പറയുന്ന മൗണ്ട് കാർമൽ എന്ന് പറയുന്ന വലിയ കന്യാസികൾ CMI സിസ്റ്റേഴ്സിൻ്റെതായിട്ടുള്ള ഒരു സ്കൂളില് 8 വർഷക്കാലം അക്കൗണ്ടന്റ് ആയിരുന്നു. ആ സ്ത്രീ വിവാഹം കഴിക്കുകയായി. അവൾ എനിക്ക് സുവിശേഷ വേദിക്ക് ഇവിടെ കൈത്താങ്ങലായി. അതിനുശേഷം അവൾ വൈക്കോളിൽ പഠിച്ചു. ഇപ്പോൾ അവളെ പരിശീലനങ്ങളിലും സൗകര്യമായ യോഗത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം. ഇനി ഞാൻ എങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഞാൻ ഇവിടെ തുടങ്ങുന്ന മുമ്പായിട്ട് ഞാൻ ഒരു വേദഭാഗം വായിക്കുകയും ഒരു ഗാനങ്ങൾ, എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതായ ഒരു ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നതായിരിക്കും. 116-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കും. എന്റെ പ്രധാനപ്പെട്ട വിഷയം അതാണ്, ബന്ധനം അഴിക്കുന്ന സ്തോത്രം. ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല. മക്കളൊക്കെ നല്ല പാട്ടുകാരാണ്. അക്ഷയൊക്കെ നല്ല അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള, ദിവസം 6 സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവളാണ് അക്ഷയ എന്നൊക്കെ പറയുന്നത്, എന്റെ മൂത്ത മകൾ. കരുതുന്നവൻ
ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറന്നിടുമോ എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ കൈനീടുമോ എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും തരയിൽ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ ചെങ്കടലിലോ വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ ചെങ്കടലിലോ വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ ഉടനവല ഹംദരാജ രാജുരാത്പുര ഹംഭവാന ക്ഷൗരാന ഔഡപ്രവലി ഗന്ധനെ ജഗതം ദുർഗജപാല വിവാസത്പുരാജനാധികാരവും ഉടംപ്രവലി വിവാല വസത്പുരാജനാധികാര വക്ഷസ്യ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ വാത്സല്യ പ്രേക്ഷകരെ, 56 ദീർഘവർഷങ്ങൾ കൃപയാൽ അവൻ എന്നെ കരുതി എന്ന് പറയുന്നതോടുകൂടി എന്റെ സാക്ഷ്യം ആരംഭിക്കുകയാണ്. എന്റെ 80ാമത്തെ വയസ്സാണ്. ഈ മാസം 12-ാം തീയതി 80 വയസ്സ് കഴിഞ്ഞ് 81-ലേക്ക് പ്രവേശിക്കുക. കഴിഞ്ഞ 86 വർഷം യേശുവിന്റെ സ്നേഹം ആസ്വദിപ്പാതെയായിട്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിനെ കണ്ടെത്തുന്നത് പെന്തക്കോസ്തുകാരായിട്ടുള്ള ആളുകൾ, ഐപിസിക്കാരായിട്ടുള്ള ആളുകൾ ആരാധനകളെ പെന്തക്കോസ്തുകാരായിട്ടുള്ള ആളുകൾ ട്രാക്റ്റുമായി കടന്നു പോകുമ്പോൾ അവരെ കൂട്ടുകാർ കൂടി അപമാനിക്കുകയും അവരെ നിന്ദിക്കുകയും ഐപിസിയുടെ റാന്നി പ്ലാച്ചേരിയുള്ളതായ ഐപിസി സഭയ്ക്കെതിരെ എന്റെ ജോലിക്കാരെ കൊണ്ട് ഞാൻ കല്ലെറിയിപ്പിക്കുകയും ചെയ്ത ഒരു മഹാദുഷ്ടനായി ജീവിച്ച വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ യേശു ക്രിസ്തുവിനെ ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട്, അവനോട് കൃപയുണ്ടായിരുന്നതുകൊണ്ട്, അവനോട് കട തോന്നുന്നതുകൊണ്ട് സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ ഇറങ്ങിച്ചെന്ന് യേശു ക്രിസ്തു 1969 സെപ്റ്റംബർ മാസം 4-ാം തീയതി രാത്രി എന്റെ അടുക്കൽ ആളത്തമായി ഇറങ്ങി വന്ന്, മകനെ നീ എന്റെ പിന്നാലെ വരിക, നിന്റെ ബുദ്ധിയുടെ പ്രമാണത്തിൽ നിനക്ക് എന്ത് സമ്പാദിപ്പാൻ കഴിഞ്ഞു, നീ എന്റെ പിന്നാലെ വരിക, ഞാൻ സകലത്തിനും വഴിയും തുറക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് അനുതാപത്തോടെ നിലവിളിയോടെ ദിവസമായിരുന്നു. 4 ജീവിതങ്ങളെ കത്തിക്കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി കൊല്ലുവാൻ, രാത്രികാലം ഉറക്കത്തിൽ കടിച്ചു കൊല്ലുവാൻ തീരുമാനിച്ച എന്റെ ഹൃദയത്തെ സർവശക്തനായ ദൈവം കൃപയാൽ അന്ന് രാത്രി സന്ദർശിച്ചു. അതവിടെ നിൽക്കട്ടെ. അതാണ് എന്റെ അനുഭവത്തിന്റെ ആദ്യത്തെ പടി, ക്രിസ്തുവിനെ കണ്ടെത്തൽ. സാറു സുന്ദർ പഠിച്ച സ്കൂളിലും സാറു സുന്ദർ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ ഭവനത്തിലും കർത്താവിന്റെ ഭാഗത്തിൽ പോകുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായ ജലത്തിൽ പോകുവാനായിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള മുഖാന്തരങ്ങളിലേക്ക് വരട്ടെ. 1967 ഉള്ള സംസാരങ്ങൾ വരെ, അല്ല 69 വരെയുള്ള കാലങ്ങളിൽ, 67 കറക്റ്റ്, 67 മുതൽ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക ദേവാലയങ്ങളിൽ ബിഷപ്പുമാർക്കും വൈദികന്മാർക്കും കുർബാനയ്ക്ക് കൂടുകയും കുർബാനയിലെ അവർക്ക് കുർബാന തുടങ്ങുന്ന മുമ്പുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തു വരവേ ഞാനൊരു എസ്റ്റേറ്റിലെ സൂപ്രണ്ടായിട്ട് 1964 മുതൽ 67 വരെ 2 എസ്റ്റേറ്റിലായിട്ട്, ഒന്ന് റാന്നി പൂക്കോയിക്കൽ ജഡ്ജി എന്ന് പറയുന്ന റാന്നി പൂക്കോയിക്കൽ ജഡ്ജിയുടെ എസ്റ്റേറ്റിൽ തിരുവല്ല കുഞ്ഞുഞ്ഞിന്റെ ഉത്തരവാദിത്തമുള്ള എസ്റ്റേറ്റ് സൂപ്രണ്ടായി സേവനം ചെയ്യുമ്പോൾ
എന്റെ കൂടെ പാർക്കുന്നതായ എന്റെ റൈറ്റർ ആയിരിക്കുന്ന, ഞാൻ സൂപ്പണ്ട്, എന്റെ റൈറ്റർ ആയിരിക്കുന്ന ആള് ഒരു മർത്തോമ ഉപദേശിയായി. അതുകൊണ്ട് മർത്തോമ ഉപദേശിമാരെ, യാക്കോബ് ഉപദേശിമാരെ ആരെയും പെന്തിക്കോസ്തുകാരെ ആരെയും അവഗണിക്കരുതെന്നൂടെ ഞാൻ ഇക്കാര്യം ഓർപ്പിക്കുകയാണ്. അവരേച്ചി എന്നെ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാൻ ബൈബിൾ വായിക്കും. പക്ഷെ എനിക്ക് ബൈബിൾ അറിഞ്ഞുകൂടാ. അന്ന് കത്തോലിക്ക സമുദായം ബൈബിൾ വായിക്കുവാൻ അനുവദിക്കാത്ത കാലഘട്ടമാണ്. ജോൺ 23 മാർപ്പാപ്പയുടെ കാലഘട്ടം മുതലാണ് വിശ്വാസികൾക്ക് ബൈബിൾ വായിക്കുവാൻ അനുവാദം ഉണ്ടായത്. എനിക്ക് ബൈബിൾ അറിഞ്ഞുകൂടാ. ബൈബിൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ബൈബിളിലെ സത്യമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കാലഘട്ടം. അന്ന് ഞാൻ കുർബാനയ്ക്ക് കൂടിക്കൊണ്ടിരുന്ന ലത്തീൻ പള്ളിയിലാണ്. ലത്തീൻ കുർബാനയ്ക്ക് കൂടെ അറിയാം, തുറിയാനി ബൈബിളെ അറിയാം. എനിക്ക് മലങ്കര അറിയത്തിൽ 3 കുർബാനയ്ക്കും കൂടാൻ അറിയാം. അങ്ങനെ കുർബാനയെ സംബന്ധിച്ചുകൊണ്ട് ലത്തീൻ കുർബാനയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോയതിനു ശേഷം വന്നാണ് ജോലിക്കാരെ ഇറക്കുന്നത്. ജോലിക്കാരെ ഹാജര് വെച്ച് അവരെ ഇറക്കുന്ന രീതി ഉണ്ടല്ലോ വെച്ചിട്ട്. അങ്ങനെ ആ ഒരു ഞായറാഴ്ച എനിക്ക് പോകുന്ന പള്ളിയിലെ വൈദികൻ എവിടെയോ പോയിരുന്നുകൊണ്ട് കുർബാനയിലായി. അപ്പോൾ ഈ ഉപദേശി എന്നോട് പറയാ, സാറേ ഞങ്ങളുടെ പള്ളിയിൽ ഒന്ന് വന്നോണ്ട് കുഴപ്പമില്ല. അന്ന് കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള സകല സഭകളും ഭാഷാണ്ട സഭകളാണ്, ദുരുപദേശ സഭകളാണ്. പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നടുവിലാണ് എന്റെ ജീവിതം എന്ന് ഓർക്കണം. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുള്ളത് അനേകം കന്യാസികളും വൈദികരായിട്ടുണ്ട്. അവരോട് എനിക്കത് പോകുവാൻ മനസ്സിലായി. അദ്ദേഹം നിർബന്ധങ്ങൾ ഒന്ന് വന്ന് വാസാരെന്ന് പറയും. അദ്ദേഹത്തിന്റെ സ്നേഹനിർഭരമായ നിർബന്ധം കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഞാന് പ്രിയരെ ആ പള്ളിയിൽ പോയി. മർത്തോമ പള്ളിയിൽ പോയി. വാസ്തവത്തിൽ ഇപ്പോൾ ഞാൻ ഓർപ്പിക്കുക, സന്തോഷത്തോടെ ആനന്ദത്തോടെ ഓർപ്പിക്കുക, ആ മർത്തോമ പള്ളിയിൽ പോയപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഗലാത്യലേഖനം അന്നറിയത്തില്ല, ഗലാത്യലേഖനം 5-ാം അധ്യായത്തിലെ 19 വാക്യങ്ങൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹം, ആവിചാരം, പക, പിണക്കം, ക്രോധം, ശാഠ്യം, തുന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത്, ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തിട്ടുള്ളവരെ ഏറ്റുപറയാ ഏറ്റുപറയാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭാഷണമാണ്. കാരണം ഞാൻ അന്ന് 25 വയസ്സ് പ്രായമുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ 25 വയസ്സ് വരെ ചെയ്തിട്ടുള്ള പാപങ്ങൾ പരസ്യമായി എനിക്ക് പരിചയമുള്ള അച്ഛന്മാരോട് പറയാതെ അങ്ങനെയുള്ള അച്ഛന്മാരെ പരിചയമില്ലാത്ത പോയി കുമ്പസാരിക്കുന്ന ഒരു രീതിയായി. അപ്പോൾ എനിക്ക് തോന്നി, എടാ ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, ഇത് ആളുകളാരും അച്ഛന്മാരെ ചെവി പോയി പറയുന്നില്ലല്ലോ, ഇവർ ഏറ്റു പറയുന്നു, കുർബാന കൈക്കൊള്ളും. ഞാൻ കുർബാന കൈക്കൊണ്ടില്ല. അങ്ങനെ വന്ന ആ സന്ദർഭം എന്റെ ജീവിതത്തിൽ കേൾക്കുക ദൈവത്തിനോ സന്ദർശനമാണ്. എന്റെ വാത്സല്യ സ്നേഹിതനെ രക്ഷിക്കപ്പെടാത്തോടെ പറയട്ടെ, ദൈവം നിന്നെ സന്ദർശിക്കുവാൻ ചിലപ്പോൾ ഞാൻ ദൂതൂടെ പറയുക, ദൈവം ഏത് നിലയിലാണ് സന്ദർശിക്കുന്നത് അറിയാൻ സാധിക്കുന്നില്ല. സ്പർജനെ സംബന്ധിച്ചിടത്തോളം സ്പർജൻ വിശ്വാസം എന്നത് ഒരു കൊടുങ്കാറ്റ് നിമിത്തമായിട്ടാണ്. പള്ളിയിൽ പോകാൻ ആഗ്രഹിച്ചു പോയ ആള് പെന്തക്കോസ്ത് പള്ളിയിലേക്ക് പോകുവാൻ എനിക്ക് പ്രേരണ കിട്ടി. ഒരു കൊടുങ്കാറ്റ് വന്നപ്പോൾ ഒരു പള്ളിയിൽ ചെന്നിരുന്നു. ആ പള്ളിയിൽ ചെന്നിരുന്നപ്പോൾ പുറയിലിരിക്കുന്ന ആ മനുഷ്യനോട്, സ്പർജനോട്, അന്നത്തെ ചെരുപ്പൂർത്തിയായിരുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, സ്നേഹിത സഹോദര, നീ ഇന്നോട് വന്നത് യാദൃച്ഛികമായിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ യേശുവിനെ രക്ഷിതവാസിയിൽ പണിയായി ചെന്നപോലെ യാദൃച്ഛ്യമെന്ന് എനിക്ക് തോന്നിയാലും ദൈവത്തിന് യാദൃച്ഛ്യമല്ലായിരുന്നു. ക്രൈസ്തലോ, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്ദേശമാകട്ടെ. നിരാശനാണെങ്കിൽ, ദുഃഖിതനാണെങ്കിൽ നിങ്ങൾക്കൊരു വിടുതലാകട്ടെ എന്ന് പറഞ്ഞ് ഉറപ്പിക്കുക. സാക്ഷ്യത്തോടു കൂടി ഞാൻ ദൂതോടെ പറയുകയാണ് കർത്താവിന്റെ സ്വന്തം. അങ്ങനെ ഞാൻ വിളിക്കുന്ന സമയം ഓണം വന്നു. എല്ലാവർക്കും അറിയാതെ കേരളത്തിലെ ഓണ സമയം ആയപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ക്രിസ്തീയ പ്രസ്ഥാനമാണ് KV ചെറിയാച്ചൻ എന്ന് പറയുന്ന നവോജീവിയ എന്ന് പറയുന്ന തിരുവല്ലായിലെ ഒരു സ്ഥാപനമുണ്ട്. ഇപ്പോഴും ഉണ്ടത്. അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളും ഒക്കെ അത് പ്രവർത്തിക്കുന്നു. ആ അവിടെ അവിടെയുള്ളതായിട്ടുള്ള ശുശ്രൂഷകരായ പ്രിയപ്പെട്ടവർ ഓണ സമയത്ത് ഓണവാരത്തോട് ബന്ധത്തിൽ 7 സഹോദരന്മാർ, അത് MSc പഠിക്കുന്നവർ, BA പഠിക്കുന്നവർ, BCom പഠിക്കുന്നവർ, BSc, ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കൊണ്ടാ പറയുന്നത്. ഇവരെല്ലാം കൂടെ അവിടെ വന്നു. ഭാഗത്താനം എന്ന് പറയുന്ന പൂക്കോയ്ക്ക് ജഡ്ജിയിൽ അവിടെ വന്നു. ജഡ്ജി എന്നല്ല, ജഡ്ജി എസ്റ്റേറ്റില്. പക്ഷെങ്കിൽ അവർക്ക് താമസിക്കാൻ അവിടെ എല്ലാ അന്വേഷണങ്ങളും വീട് കിട്ടില്ല. 7 ഉപദേശിമാര് ഓരോ ബണ്ടിൽ ട്രാക്റ്റുകളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ റൗഡിയായ കുട്ടായി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, കത്തോലിക്കനാ. അവനെ അടുക്കിയിരിക്കുന്ന മനുഷ്യനാ. എന്നെ വലിയ സ്നേഹം ബഹുമാനമാണ്. അവൻ എന്നോട് വന്നിട്ട് അവർ ഒറ്റപ്പിടിയാ, സാറേ. ഞാൻ പറഞ്ഞ എന്നാ കുട്ടായി,
ഞാൻ ഒരു കാര്യം പറയുന്നു, അനുസരിക്കണം കേട്ടോ. ഓ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നല്ല സുമുഖന്മാരായ സുന്ദരന്മാരായ 7 ചെറുപ്പക്കാർ, അവരുടെ കയ്യിൽ ഓരോ ബണ്ടിലുമുണ്ട്. ഇവരൊക്കെ താമസിക്കാനായിട്ട് ഒരാഴ്ചത്തേക്ക് ഒരു മുറി കൊടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, മുതലാളിയോട് ചോദിക്കേണ്ട ഞാനല്ലേ പറയും. അത് പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ അവനെ തൊഴിലാളികളെ ബഹളമുണ്ടാക്കും. എനിക്കറിയാം. ഞാൻ മുതലാളിയോട് പറഞ്ഞോളാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, താമസിച്ച് കൊടുക്കാമല്ലോ. 10-11 മുറികൾ ബംഗ്ലാവാ, ജഡ്ജിയുടെ ബംഗ്ലാവല്ലേ. ഒരു മുറി കൊടുത്തു. പ്രിയരെ, ഒരു ദൈവത്തിലെ സന്ദർശനമായിരുന്നു എന്ന് വേണം പറയുവാൻ. അവരെ നിരന്തരം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്തു. എനിക്ക് ബൈബിൾ അറിയത്തില്ലല്ലോ. ഞാൻ രാവിലെ പള്ളിയിൽ പോകും, വൈകിട്ട് ഞാൻ 1 മണിക്കൂറുണ്ട് കത്തോലിക്കയുടെ പ്രാർത്ഥന. എനിക്ക് അറിയാവുന്ന കൂടെ കത്തോലിക്കര് 9 ജലികാലം ജപമാല റോസരി അത് ഞാൻ ജലി കഴിഞ്ഞ സകല പുണ്യാളന്മാർ, അന്നത്തെ കാലത്ത് 233 പുണ്യാളന്മാരാണ് എനിക്കുണ്ടായിരുന്നത്. ആ 233 പുണ്യാളന്മാരുകളെയും ചൊല്ലിച്ചൊല്ലി വരുമ്പോൾ 1.5 മണിക്കൂർ മുട്ടയിൽ നിൽക്കുക. മുട്ടയിൽ നിന്ന് ചൊല്ലുന്ന ഇവരെ ചെറുപ്പക്കാർ ശിവിശേഷകരല്ലേ, അവരിതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു. അവസാനത്തെ ദിവസമായപ്പോൾ അവരെന്നോട് ചോദിച്ചു, സാറേ ഞങ്ങൾക്കൊരു 5 മിനിറ്റ് സാറ് തരുമോ? ഞാൻ ചോദിച്ചു, എന്തിനാ? ഞങ്ങൾക്ക് ഇച്ചിരി കാര്യം പറയാൻ. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അവർ 7 പേരോട് താമസിച്ച എസ്റ്റേറ്റ് സൂപ്പുണ്ടല്ലേ, അതുകൊണ്ട് ഞാന് അതിൻ്റെതായ ഒരു മാന്യത അനുസരിച്ച് എൻ്റെ ഒരു കൃഷിക്കാരൻ ചെല്ലൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവരോട് ഞാൻ പറഞ്ഞു, ഇവർക്ക് നല്ലൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതെല്ലാം കഴിപ്പും എല്ലാം കഴിഞ്ഞ് നല്ല ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ 7 പേരും കൂടി ഇരിക്കുക. എന്താ ലക്ഷ്യം എന്നറിയാം, എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ശിവശേഷം അറിഞ്ഞിട്ടുള്ളവർക്ക്. അവരെന്നോട് പറഞ്ഞു, സാറേ 5 മിനിറ്റ് ഞങ്ങൾക്ക് തടവ് പറഞ്ഞു. ഞാനും പറഞ്ഞു, ഇനി സമയം ഉണ്ടല്ലോ, എനിക്ക് 4 മണിക്ക് സമയം. 4 മണി വരെ ഞാൻ ഫ്രീ ആ, പത്രം വായിച്ചൊക്കെ ഇരുന്നാൽ മതി. എന്നോട് അവർ പറഞ്ഞ ആദ്യത്തെ വാക്ക് ഇതാണ്, സാറിന്റെ ഭക്തി ഞങ്ങൾ ശ്രദ്ധിച്ചു, സാറിന്റെ പള്ളി പോക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചു, സാറിന്റെ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായി. വീഡിയോക്ക് വരികയും സിഗരറ്റ് വരികയും മുറുക്കുകയൊക്കെ ചെയ്യും, അതൊന്നും അവർക്ക് അറിയത്തില്ല. ഇതെല്ലാം കേട്ട് അദ്ദേഹം അവർ പറയാണ്, മാതാവല്ല രക്ഷിക്കുന്നത്. എനിക്ക് ഭയങ്കര ദേഷ്യമായി. പുണ്യാളന്മാരല്ല രക്ഷിക്കുന്നത്, എനിക്ക് അതിനേക്കാൾ ദേഷ്യമായി. അപ്പൊ വിയോരിസ് പുണ്യാളൻ, മറ്റേ അന്തോരിസ് പുണ്യാളൻ ഒക്കെ എന്റെ ദൈവങ്ങളാണ്. ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അലർജിയായി. എന്റെ മനസ്സിൽ തിങ്ങുന്നുണ്ടെങ്കിലും പറയാൻ ദൈവം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അവസാനം അത് കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മാത്രമാണ് മാനവാദിയാളുടെ രക്ഷിതാവ്. ദേഷ്യം വരാതിരിക്കൂ, എനിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് അവർ പറയാണ്, റോമാലയം 10:9 എന്നറിയാം. അന്ന് അവർ പറയാൻ, കരയെ കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറഞ്ഞ് സാർ രക്ഷിക്കപ്പെടണം. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, ഞാൻ മാമോദിസ മുങ്ങിയപ്പോഴേ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് വാദിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. അവര് ഒരു വിദ്യാഭ്യാസമുള്ള നല്ല MSc പഠിക്കുന്ന സഹോദരൻ എനിക്ക് തോന്നുന്നു, അയാൾ ഒരു പാട്ട് പാടി. എനിക്ക് ഇന്നും ആ പാട്ട് ജീവനാണ്. കത്തുകത്തേകനായി എന്നൊരു പാട്ട്. ആ പാട്ട് പാടിയിട്ട് പാടുന്നില്ല, ആ പാട്ട് പാടിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന. പ്രിയരെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഒരു ശിവിശേഷ വേലക്കാരൻ, ഒരു ശിവിശേഷ ദർശനമുള്ളവൻ, ആത്മീയനായ ഒരു മനുഷ്യൻ, നിത്യതയെ കുറിച്ച് കാഴ്ചപ്പാടുള്ളവൻ, ശിവിശേഷം അറിയിച്ച ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ യേശു വ്യക്തിയെ സന്ദർശിക്കുന്ന സാക്ഷിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അവർ പ്രാർത്ഥിച്ച എങ്ങനെയാണെന്നറിയാമോ? കർത്താവേ, ഞങ്ങൾ നീ പറഞ്ഞ കാര്യം പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണമേ. ഇദ്ദേഹം ഒരു ദൈവവേദന എനിക്കറിയാമോ, ഒരു ദൈവവേദനായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് പിരിഞ്ഞു. പ്രിയരെ, അതാണ് എന്റെ ഒരു അനുഭവം. അത് കഴിഞ്ഞപ്പോൾ ജീപ്പൊക്കെ ഉണ്ടല്ലോ, ജീപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ മണ്ണുവരിന്നൊക്കെ പറയും. മണ്ണുവരി ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഡ്രൈവർ നിർത്തും, പരിശോധന നടക്കുന്ന കേൾക്കുമ്പോൾ നിന്ന് കേൾക്കും. അന്ന് ബെൻഡിക്ട് ഓണംകുളം എന്ന് പറയുന്ന ഫാദർ ബെൻഡിക്ട് ഓണംകുളം മറിയക്കുട്ടി കൊലക്കേസിന് പ്രതിയല്ല, അദ്ദേഹം പ്രതിയാണെന്ന് പറഞ്ഞ് ആക്കിയിരിക്കുന്ന ആ കാലഘട്ടം. ഞാനിതെല്ലാം കേൾക്കും. പക്ഷെങ്കിൽ എനിക്കത് ബൈബിൾ വായിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ബൈബിൾ എവിടെ കിട്ടും, ആര് മേടിച്ചു തരും, എവിടെ ലഭിക്കുന്നു ഒന്നും എനിക്ക് അന്നത്തെ കാലത്ത് അറിഞ്ഞുകൂടെ. പ്രിയരി, ഇന്ന് ആയിരക്കണക്കിന് ബൈബിളുകൾ സ്കൂളുകളിലും കോളേജുകളിലും ബൈബിൾ സ്കൂളുകളിലും ഒക്കെ കൊടുക്കുവാൻ തന്നെ ബലപ്പെടുത്തി ദൈവസേവത്തിനായി സ്തോത്രം ചെയ്യടിക്കാൻ പറഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എന്നെപ്പോലെ ജോലി ചെയ്യുന്ന കോട്ടയം കളരിക്കൽ തോമസ് കുട്ടി മുതലാളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലെ സൂപ്രണ്ടായിരുന്ന
PK ചുമ്മാർ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം കാഞ്ചിയാറിലുള്ളതായ ഒരു എസ്റ്റേറ്റിന്റെ കളരിക്ക് എസ്റ്റേറ്റ് സൂപ്രണ്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളില്ല. ഭാര്യയ്ക്ക് മക്കളില്ലാത്തോട് ദുഃഖം കൊണ്ട് 8 നോയമ്പ് എടുക്കാനായിട്ട് പള്ളിയിൽ പോകും. പെന്തിക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നു. പക്ഷെ പഴയ ബൈബിളായി, ആദ്യം അന്തവും പോയ ഒരു ബൈബിൾ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്കൊരു ബൈബിൾ വായിക്കാൻ താല്പര്യമുണ്ട്. എടോ, അതിനൊരു കുഴപ്പമില്ല, എന്റെ ഭാര്യ ഭയങ്കര ബൈബിൾ വിശ്വാസിയാണ്. അവൾക്ക് ഈ ബൈബിളുകൾ പോകുമ്പോൾ അന്ന് 3 രൂപ കൊടുത്ത ബൈബിൾ കിട്ടും. 3 രൂപ കൊടുത്ത് ഈ ബൈബിൾ വാങ്ങി പുസ്തകം എഴുതി കൊടുത്തിട്ടുണ്ട്. പഴയത് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പഴയതാരും മതി എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് ഉൽപ്പത്തി എനിക്കറിയാത്ത എന്താണ് വെളിപ്പാട് എനിക്ക് അറിഞ്ഞുകൂടാ. വെളിപ്പാട് ഉൽപ്പത്തിയില്ല. ഞാൻ അവിടെ എന്നാലും കിട്ടിയാൽ മതി. അത് കിട്ടി സങ്കീർത്തനങ്ങൾ വായിക്കാൻ തുടങ്ങി. സങ്കീർത്തനം വായിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയരേ, എന്റെ ഹൃദയത്തോട് കർത്താവ് സംസാരിക്കാൻ, എന്റെ പാപത്തോട് സംസാരിക്കുന്ന. പക്ഷേ പാപത്തിന് വിമോചനമൊന്നുമില്ല, പാപത്തിന് മാറ്റം വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ അങ്ങനെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ എസ്റ്റേറ്റിൽ ഇരിക്കുന്ന ആ സമയത്ത് ഭയങ്കരമായ ഒരു പൈശാചിക പ്രവർത്തനം ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ എസ്റ്റേറ്റിന്റെ മുതലാളിയായിരുന്ന, നേരത്തെ ആയിരുന്ന ജഡ്ജി, ഞാൻ പറഞ്ഞല്ലോ, ജഡ്ജിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഫോറസ്റ്റ് ഓഫീസറും ജഡ്ജിയായിരുന്നു, അദ്ദേഹം ജഡ്ജിയുമായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര വൈരാഗ്യം. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൊണ്ടുപോയോ സംസാരിക്കുകയൊന്നും ചെയ്യത്തില്ല. ഇവർ രണ്ടുപേരും മരിച്ചു. ഇവർ മരിച്ചു കഴിഞ്ഞ ഉടനെ എന്തോ അവരുടെ മകൻ എഡി എന്ന് പറയും, അവൻ സിംഗപ്പൂരുകാരിയായ ഒരു സിംഗപ്പൂരി മലയാളിയെ വിവാഹം കഴിച്ച് അവർ കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അപ്പനും അമ്മയുടെയും ആത്മാവാന്ന് പറയുന്നത്. അവർക്ക് ആ വീട്ടിൽ കിടക്കാൻ മേലെ കിടന്നുറങ്ങിയ ഉടനെ കട്ടിലേക്ക് കിടന്ന നിലത്തെടുത്തിടും. അങ്ങനെ വലിയ ശല്യമായപ്പോഴാണ് ഈ എസ്റ്റേറ്റ് തിരുവല്ല കുഞ്ഞ് എന്ന് പറയുന്ന മുതലാളി വാങ്ങുവാൻ്റെ അയച്ചു. അപ്പോൾ ആ എസ്റ്റേറ്റിൽ ആൾക്കാർ ജോലിക്കെല്ലാം പോകും. എനിക്ക് കുശിനിക്കാരനായ ചെല്ലൻ എന്ന് പറയുന്ന ഒരു തമിഴ് സേനയെ അദ്ദേഹം തന്നിട്ടുണ്ട്. അവൻ ആഹാരം ഉണ്ടാക്കി തരും. അപ്പൊ ഒരു ദിവസം പണിക്കാരനെ പോയി കഴിയുമ്പോൾ ചെല്ലൻ സാധനം വാങ്ങിക്കുവാൻ ഇട്ടിയപ്പാറ എന്ന പരിസരത്തേക്ക് കടന്നുപോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറ് തന്നെ ഇവിടെ കിടക്കരുത് കേട്ടോ. ഞാൻ ചോദിച്ചു, എന്നാ കിടന്നാൽ എന്നോട് പറഞ്ഞു, ജഡീയന്മാരും ഭാര്യയ്ക്കിടെ വരും, സാറിനെ കട്ടിലെടുത്ത് എടുത്തെറിയുന്നു. ഞാൻ അന്നേരത്തെ വിശ്വാസം, എന്റെ വിശ്വാസം അറിയോ, എന്റെ അമ്മ പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി കിടന്നാൽ കട്ടിലിന്റെ 4 ഭാഗത്തും കുരിശ് വരയ്ക്കണം. അവൻ ഞാൻ തെക്ക് വശത്തും വടക്ക് വശത്തും കിഴക്ക് വശം പടിഞ്ഞാറും കുരിശ് വരച്ച് നടുക്കും കുരിശ് വെച്ച് കിടക്കും. പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലെന്നാ എന്റെ ചിന്താഗതിയും വിശ്വാസവും. ഇപ്പോഴും അങ്ങനെയുള്ള ആളെ കണ്ടേക്കാമായിരിക്കും. ഞാൻ അങ്ങനെ കിടക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാന് കൃഷ്ണസർപ്പം എന്ന് പറയുന്ന സൺഡേ സപ്ലൈ മലയാളമായ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. രാത്രി 12 നോക്കിയാൽ പുഴക്കം 12 മണിയാണ്. 12 മണി ആയപ്പോഴും ചെല്ലൻ വന്നിട്ടില്ല. അപ്പോഴത്തെ എനിക്ക് ആഹാരം കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടാകും. ആഹാരം കഴിക്കാൻ താല്പര്യമുണ്ടാകട്ടെ ഞാൻ എഴുന്നേറ്റ് കിച്ചണിൽ പോയി ആഹാരമെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വീടിന്റെ അല്ലെങ്കിൽ ബംഗ്ലാവിന്റെ ഫ്രണ്ട് വശം ആരോ ഒന്ന് വലിക്കുന്ന പോലെ തോന്നി. അപ്പൊ എനിക്ക് പിന്നെ ചെല്ലനാണ്. ഞാനോ അത് ചെല്ലനെ കൊണ്ട് ജീപ്പേലും വേണ്ടി വിട്ടതായിരിക്കും. ഞാൻ ചെല്ലാൻ കയറി പറഞ്ഞു, പേടിപ്പിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആ വന്നില്ല. 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുന്നതിന് പഠിച്ച വയസ്സായി ഹോയ് 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 3 ശബ്ദം ഇങ്ങനെ കേട്ടു. അന്നേരവും ഞാൻ ചെല്ലനാണ് ധരിച്ച് ഭയപ്പെട്ടൊന്നുമില്ല. ഞാൻ വീണ്ടും 2ാം ട്രിപ്പ് ചോറെടുത്തു. 2ാം ട്രിപ്പിന് ചോറെടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തോ വല്ലാത്തൊരു അസ്വസ്ഥ പോലെ തോന്നുകയായി. അസ്വസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ ബഹളം, വീട്ടിനകത്ത് വലിയ ബഹളം നടക്കുന്ന പോലെ തോന്നുകയാണ്. ഞാൻ പെട്ടെന്ന് കിച്ചൺ അടച്ചിട്ട് അടുത്തൊരു തവാർണയുണ്ട്. അത് കഴിഞ്ഞൊരു മുറിയും കഴിഞ്ഞ് 3ാമത്തെ ഭാഗത്ത് വരുമ്പോഴാണ് നടുമുറിയാണ്. നടുമുറിക്കകത്ത് വന്നപ്പോഴത്തേക്ക് ഓക്സിജൻ അടിച്ച് ബോധം കിടന്ന പോലെയുള്ള ഒരു കാറ്റ്. ആ കാറ്റിനോട് ചേർന്ന് എഡി എന്ന് പറയുന്നതായ ജഡ്ജിയുടെ ഇളയ മകന്റെ സാധനങ്ങൾ ഒത്തിരി തടപ്പെട്ട വാർപ്പ്, ചിമ്പ്, ചെമ്പ്, അതുപോലെ അലമാരി, മേശ, ഈ അലമാരിയെല്ലാം വലിച്ചു പൊറിയിക്കുന്നു. പാത്രങ്ങൾ തമ്മിൽ അടിക്കുന്നു. വലിയ ബഹളമായി. അപ്പോഴത്തേക്ക് എന്റെ മനസ്സിന്റെ സമനില തെറ്റിയില്ല, പേടിയായിപ്പോയി. പെട്ടെന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഭാഷ പോലെ അമ്മ പറഞ്ഞൊരു ചീത്ത പറഞ്ഞാൽ പറയുന്നത് അന്ന് അറിയാവുന്ന 3-4 ചീത്തയാക്കി പറഞ്ഞിട്ട് ഞാൻ ഓടി ചാടി മുറ്റത്തിറങ്ങി. ആ മുറ്റത്തിറങ്ങിയിട്ട് എവിടെയാ അടുത്ത് വീട് വല്ലതും ഉണ്ടോ, ഞാൻ ഓട്ടം തുടങ്ങി. ഓടി എന്റെ ഒരു പണിക്കാരുടെ വീട്ടിൽ ചെന്ന് അവര് ദളിത സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആ ദളിത വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ സാറേ അവിടെ കിടക്കരുത്. അപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ പേടിയായി.
അതിന്റെ ഹോളിനകത്ത് രൂപയിരിക്കുന്നു, റബ്ബർ ഷീറ്റുകൾ ഇരിക്കുന്നു, വലിയ പ്രശ്നങ്ങൾ എല്ലാം തൊന്നിട്ട് ചില പോകുന്നത് കള്ളന്മാർ വല്ലതുമാണോ? പെട്ടെന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മന്ത്രവാദിയായ ഒരു സ്നേഹിതൻ, അവരുടെ വീട്ടിൽപ്പെട്ട ഒരു മനുഷ്യൻ, സേവയുള്ള ഒരു മനുഷ്യൻ തിരുവല്ലായിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം കൂടെ വന്നു. നേരം വെളുക്കോളം കഥകളൊക്കെ പറഞ്ഞ് നേരം വെളുപ്പിച്ചു. നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്ത അവശതയായി, എന്തോ വലിയ പ്രയാസം പോലെ തോന്നി. 8 മണിയായപ്പോൾ മുതലാളി പിന്നെ ഞാൻ ചെല്ലിനെ വരുമ്പോ ചേട്ടാ നീ എന്നാ പണിയാണ് കാണിച്ചത്? ഉടനെ മുതലാളി ചോദിച്ചു, എന്നാ ഏമാനെത്തിയും വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവരോട് പറയാൻ പറ്റുമോ? അന്നത്തെ അന്തസ്സ് പറയാൻ പറ്റത്തില്ല, പറഞ്ഞില്ല. പക്ഷെ അതോടുകൂടി എനിക്ക് ആ ജോലി വേണ്ടാന്ന് വെച്ച് ജോലി വിട്ടു. അപ്പോൾ ആയിസൺ കമ്പനി എന്ന് പറയുന്ന പ്ലാന്റേഷനിൽ ഇപ്പോ KP യോഹനാനൊക്കെ മേടിച്ചെന്ന് പറയുന്ന ആ എസ്റ്റേറ്റ്, ചെറുപള്ളി എസ്റ്റേറ്റ് എന്ന് പറയും, ആ എസ്റ്റേറ്റിൽ സൂപ്പർവൈസർമാരായിട്ട് ഞാൻ സൂപ്പണ്ടായിട്ട് ജോലി ചെയ്തതിനേക്കാളും ശമ്പളം കൊടുത്തിട്ട് സൂപ്പർവൈസറൊക്കെ നിറഞ്ഞ ഉടനെ കരുണാ ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ 14 വണ്ടി ബസിന്റെ ഓണറായിരിക്കുന്ന ഒരു കരുണാ ചാക്കോച്ചനുണ്ട്. അദ്ദേഹം കത്തോലിക്കനും ഞാനും കത്തോലിക്കും, ഞങ്ങൾ രണ്ടുപേരും ഒരേ പള്ളിയിൽ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ചങ്ങനത്തിനോട് പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു, അവിടെ പോകോ സാറേ, അതാ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഒരു പഞ്ചാബിയാണ്. ഇന്റർവ്യൂ ഞാൻ ജയിച്ചു. ഞാൻ നല്ല മിടുക്കനായിരുന്നു, വലിയ സാമർഥ്യമുള്ളവനായിരുന്നു, വലിയ കഴിവുള്ളവനായിരുന്നു. ദൈവസ്തോത്രം. ഇന്ന് ആ കഴിവൊന്നുമില്ല കേട്ടോ, അന്ന് ആ കഴിവുണ്ടായിരുന്നു. ദൈവം അങ്ങനെ ഉയർത്തി കൊണ്ടുവരികയാണെന്ന് ഞാൻ മനസ്സിലാക്കുക. ഭൗതിക ലോകത്തിൽ ഞാൻ ജോലി കിട്ടി 1, 2, 3 മാസമായി. അപ്പോൾ എന്റെ പിതാവ് അതിനിടയ്ക്ക് മരിച്ചു. പലവിധമായ സംഭവങ്ങൾ വീട്ടിലുണ്ടായി. സഹോദരന്മാരെയൊക്കെ പഠിപ്പിക്കുന്നതായ ഗതികളുണ്ട്. ഇവരെ എല്ലാം പഠിപ്പിക്കണം. എനിക്ക് അപ്പനെ ചുമതലപ്പെടുത്തിയാണ് മരിക്കുന്നത്. അങ്ങനെയുള്ള ചുമതലകളുണ്ട്. ഞാൻ ആ ജോലി പ്രവേശിച്ചു. ജോലി പ്രവേശിച്ചവിടെ നേരെയാണ് എഞ്ചിനീയറിംഗ് വിട്ടു. അന്ന് നല്ല ശമ്പളം കിട്ടും. അന്നത്തെ കാലം നല്ല ശമ്പളമാണ്. ആ ശമ്പളമൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ജൂലൈ മാസമായപ്പോൾ അവിടെ വലിയ സമരമുണ്ടായി. എസ്റ്റേറ്റിനകത്ത് വലിയ സമരമുണ്ടായി. സമരത്തോട് ബന്ധത്തിൽ ആയിക്കഴിഞ്ഞപ്പോൾ എന്നോട് സ്നേഹിതന്മാര് ഞങ്ങളെ നായാട്ടിന് പോകാന്ന് പറയും, കുറുക്കനെ പിടിക്കാനായിട്ട്. അവർ രാത്രിയിൽ ഞങ്ങൾ 6-7 പേര് കുറുക്കനെ മറ്റൊരു നമുക്ക് പിടിക്കാനായിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഒരു മലമണ്ടയിലേക്ക്, വലിയ എസ്റ്റേറ്റ് ആണ്, 2500 ഏക്കർ ഉള്ള എസ്റ്റേറ്റ് ആണ്, അന്നൊന്നും എസ്റ്റേറ്റ് ഉണ്ട്. അവിടെയാണ് പോയി വിമാനത്താവളം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മൂത്രമൊഴിക്കണം തോന്നി. മൂത്രമൊഴിക്കാനായിട്ട് എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അന്ന് വീട്ടിൽ വെച്ചുണ്ടായ പൂക്കോയ്ക്ക് ചെടിയുടെ അവിടെ വെച്ചുണ്ടായ പോലെ ഒരു വലിയ കാറ്റ് വന്ന് എന്നെ അടിക്കുകയും ആ കാറ്റടിക്കുമ്പോൾ ഞാൻ നിലത്ത് വീഴുകയും ചെയ്തു. നിലത്തല് വീണത് എന്റെ സ്നേഹിതന്മാരെ തീ കാഞ്ഞുകൊണ്ട് മണ്ടയിലിട്ട് വീണു. പക്ഷെ തീയൊന്നും പൊള്ളിയൊന്നുമില്ല. ഉടനെ ബോധം കെട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. യേശു ജീവിക്കുന്നു. അവസാനം ആ പ്രിയപ്പെട്ട സഹോദരന്മാരെന്നെ എടുത്തുകൊണ്ട് ബംഗ്ലാവിൽ, അത് ഞങ്ങളുടെ എലയോ എന്ന് പറയും, ദേഹത്തിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാമേ, ഭയങ്കര ക്ഷീണം, മനസ്സിന് വലിയ തളർച്ച. ചിന്താമണ്ഡലം ഇങ്ങനെയാ, അമ്മയെ സംരക്ഷിക്കണം, പെങ്ങളെ കല്യാണം കഴിപ്പിക്കണം, 3 സഹോദരന്മാർ പഠിക്കാറുണ്ട്. ഇളയ സഹോദരൻ മരിച്ചുപോയെന്ന് പറയുന്ന സഹോദരന് 3.5 വയസ്സോളം അപ്പം മരിക്കുമ്പോൾ ഈ ചുമതല അവർ മനസ്സിലേക്ക് വരുമ്പോൾ എനിക്ക് ജോലി തുടരാൻ മനുഷ്യായി. എന്റെ കൂട്ടുകാരുടെ ഒപ്പം എനിക്ക് പോയി മറ്റോട് ചെയ്യാന്ന് പറയും, അവിടെ ചെന്ന് ഹാജര് വെക്കണം. ഹാജര് വെക്കാൻ പോകാൻ പറ്റത്തില്ല. അന്നേരം അവര് പറഞ്ഞു, ഏറെ സമരമായല്ലോ, വീട്ടിൽ പോയി കുറെ ചികിത്സയൊക്കെ ചെയ്ത് വരാൻ പറഞ്ഞു. ചുരുക്കി അങ്ങോട്ട് പറയട്ടെ, വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങി. 46 ഡോക്ടർമാരെ ട്രീറ്റ് ചെയ്തു. ഒരു ഡോക്ടർമാർക്കും എന്റെ രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഡോക്ടർമാർ വന്ന് നോക്കുമ്പോൾ എനിക്കൊരു രോഗമില്ല. ബ്ലഡ് നോക്കിയ രോഗമില്ല, എക്സ്റേ നോക്കിയ രോഗമില്ല, ശരീരത്തൊരു രോഗം. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. അവസാനം ചുരുക്കി പറയട്ടെ, 1967 ഇന്ന് ലോകമറിയപ്പെടുന്ന കാരിത്താസ് ഹോസ്പിറ്റൽ പറയും, കോട്ടയത്ത് ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലാണ്. ജർമ്മൻ സായിപ്പന്മാരും മലാമമാരും നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്യാൻ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം കുളിക്കാൻ പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ട് പേടിച്ചു. പിറ്റേ ദിവസം മുതൽ ഞാൻ മൂത്രമൊഴിക്കുന്ന രക്തമാണ്. ആ രക്തം ഇങ്ങനെ ധാരധാരയായി പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായ ശക്തമായ വേദനയാണ്. അപ്പോൾ അന്നത്തെ കാലമല്ലേ, കിട്ടിയെല്ലാം പോയെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ എന്നെ കാരിത്താസിൽ കൊണ്ടുപോയി ഈ ബ്ലഡ് എല്ലാം കൂടെ എടുത്തുകൊണ്ടുപോയി. കിട്ടിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലായിരുന്നു. യൂറിൻ ബ്ലാഡർ എന്ന ചെറിയ പ്രശ്നം ഉണ്ടായതോടു അത് പരിഹരിക്കപ്പെട്ടു. പക്ഷെങ്കിൽ 43 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അവന് വളരെ മോശമായി. അന്നത്തെ ഡോക്ടർ റോഡേ എന്ന് പറയും, ആ സാഹിബിന്റെ പേര് പോലും ഞാൻ മറന്നിട്ടില്ല. ഡോക്ടർ റോഡേ പറഞ്ഞു അമ്മയോടും എന്റെ അനിയന്മാരും എന്റെ ജ്യേഷ്ഠനോടും അന്യന്മാരോടും എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഇദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധ്യത 67 വരെ കണ്ടുപിടിക്കപ്പെട്ട എല്ലാ മെഡിസിനുകളും ഞാൻ ചെയ്തു നോക്കി, ഒരു രക്ഷയുമില്ല. ഇദ്ദേഹത്തിന് താല്പര്യമുള്ളതൊക്കെ കൊടുത്തോളാൻ അമ്മയോടും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. മരിക്കാൻ നിശ്ചയമായല്ലോ. എന്റെ വീട്ടിൽ മരിക്കാനായി കിടക്കുകയാണ്. ഒരു കട്ടിലേ ഞാൻ കിടക്കും.
ഞാൻ കുർബാനയ്ക്ക് കൂടിയുണ്ട്. സക്കരാരി പോലെയൊക്കെ ഉണ്ടാക്കി, സക്കരാരിയും അതുപോലെ ഇതെല്ലാം പരിപാടികൾ നടക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അയർക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് പെന്തക്കോസ്തുകാർ ആരുമില്ല, പെന്തക്കോസ്ത് സഭകളില്ല. കീച്ചാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പുതുപ്പള്ളിയിൽ നിന്ന് കീച്ചാർ നമുക്ക് ആളുകൾ വ്യാഴാഴ്ച തോറും ഉപവാസത്തോടെ ട്രാക്ട് കൊടുത്തുകൊണ്ട് വരും. അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇങ്ങനെ ഒരു വീടുണ്ട്, അവിടെ ചെല്ലാൻ പറയും. അവിടെ ആളുകൾ വരാൻ തുടങ്ങി, പാസ്റ്റർമാര് വിശ്വാസം വരാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങുമ്പോൾ ശക്തമായി എതിർക്കുവാൻ തുടങ്ങി. ഒരു പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി ആട്ടി ഇറക്കി. പ്രിയരെ, അവസാനം മുമ്പേ ഒരു കാര്യം ഓർപ്പിച്ചല്ലോ, അവസാനം ഒരുവൻ മന്ത്രവാദം ചെയ്ത് ഫലമാണെന്ന് മനസ്സിലാക്കി അവനെയും അവന്റെ ഭാര്യയും 2 ജീവിതങ്ങളെ, ആ ജീവിതങ്ങളെ കൊല്ലുവാൻ തീരുമാനിച്ചു. തമ്പുരാൻ അത് തടഞ്ഞു. ചുരുക്കങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1969 സെപ്റ്റംബർ മാസം 3-ാം തീയതി മണകാട് പള്ളി എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ ക്രൈസ്തവ ആണ് കേരളത്തിലെ മണകാട് പള്ളി. ജാതി മതസ്ഥരുമെന്ന് പ്രാർത്ഥിക്കുന്ന ഉപസിക്കുന്ന പള്ളിയാണ്. ആ പള്ളിയിലെ 8 നോയമ്പ് പരിപാടിക്ക് പോയി സംബന്ധിക്കാമെന്ന് വിചാരിച്ച് സംബന്ധിക്കാൻ പോകുമ്പോൾ എന്റെ കൂടെ മറ്റൊരു നിരാശക്കാരനായ ഒരു സഹോദരൻ, കുഞ്ഞുമോൻ എന്ന് പറയും, പാടവന്ന കുഞ്ഞുമോൻ എന്ന് പറയും. ആ പ്രിയപ്പെട്ട ഞാനും വരാം. അവൻ 60 കേസ് പ്രതിയാ. അത് രക്ഷപ്പെടാൻ വേണ്ടി അവൻ വരിക. ഞാന് ശരീരത്തിന് സൗഖ്യം കിട്ടി, അമ്മയ്ക്കും സൗകര്യമാരെയും സംരക്ഷണം കൊടുക്കുവാൻ സമാധാനത്തിൽ പോവുകയാണ്. അങ്ങനെ പോയി. പ്രിയരെ, ആരും തെറ്റിദ്ധരിക്കരുത്, ആരെയും വിമർശിക്കുകയല്ല, ആരെയും അപമാനിക്കാൻ പറയല്ല. മണകാട് പള്ളിയിൽ വന്നിട്ടുള്ളതറിയാം. മണകാട് പള്ളിയുടെ കിഴക്കേ ഭാഗത്ത് മറിയാവിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിന് മുന്നിൽ മുട്ടുമേൽ ഇതുപോലെ കൈമുട്ടിക്കൊണ്ട് കരയുകയാണ്. ഞാൻ കരയുന്നിങ്ങനെയാ, എന്റെ അപ്പനെന്നെ സൗകര്യമാരെ അമ്മയെ ഏൽപ്പിച്ച് മരിച്ചു. എനിക്ക് ജോലി തന്നു, എനിക്ക് ജോലി തുടരുവാൻ കഴിയുന്നില്ല. എന്റെ അമ്മയെയും സൗകര്യമാരെയും സംരക്ഷിക്കുവാനും കഴിയുന്നില്ല. ഞാൻ ഇനി ജീവിക്കുന്നില്ല. ഇന്നു നീ എന്നെ വിടുവിച്ചില്ലെങ്കിൽ, മാതാവ് വിടുവിക്കാൻ പറ്റുമോ? ഇന്നു നീ എന്നെ വിടുവിച്ചില്ലെങ്കിൽ ഞാൻ നാളെ മരിക്കും എന്നുള്ള തീരുമാനം. വാത്സല്യ സഹോദരി സഹോദരന്മാരെ, കേൾവിക്കാരെ, യേശു സ്നേഹിക്കുന്ന ദൈവമാണ്. എന്റെ ഹൃദയത്തിൽ നിലപാടറിഞ്ഞ ഒരു ദേവദാസനെ എന്റെ അടുക്കൽ വെച്ചിട്ട് പറഞ്ഞു, ഈ ദൈവങ്ങൾക്കൊന്നും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. കണ്ണുണ്ടായിട്ട് കാണാതെ, ചെവിയുണ്ടായിട്ട് കേൾക്കാതെ, കാലുണ്ടായിട്ട് നടക്കാതെ ഇരിക്കുന്ന ഊമദൈവങ്ങളാണിത്. ഞാൻ ആരാധിക്കുന്ന ആത്മാവിനും സത്യത്തിലുമാണ്. എന്റെ കൂടെ ഒരു പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. അത് 1963 സെപ്റ്റംബർ മാസം 3-ാം തീയതി വൈകുന്നേരമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ കുറെ വിട്ടാ പറയുന്നത്. മന്ത്രവാദം കേരളത്തിലെ സകല ജാതിയിൽപ്പെട്ട ആളുകളെ കൊണ്ട് മന്ത്രവാദം ചെയ്യിച്ചു, കോഴി വെട്ടി, കടമറ്റത്ത് പോയി, അനേക സ്ഥലങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ഒരു വിടുതലും കിട്ടിയില്ലല്ലോ. പോകാത്തൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. പ്രൈസോ, പെന്തക്കോസ്തുകളെ എതിർക്കുന്ന ആരുണ്ടെങ്കിൽ പറയട്ടെ, നീ എതിർത്താൽ നീ പുസ്തകം ചുമക്കും. നീ കല്ലെറിഞ്ഞാൽ നിനക്കെതിരെ കല്ലേറ് വരും. എനിക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ആ സഹോദരൻ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇന്ത്യയെല്ലാം പോയല്ലോ. മുസ്ലിമിന്റെ മദ്രസയിൽ പോയിട്ടുണ്ട്, അവിടെ പള്ളിയിൽ പോയിട്ടുണ്ട്, ഹൈന്ദവ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, യാക്കോബായ കത്തോലിക്ക വിശുദ്ധന്മാരെന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം പോയിട്ട്, മലയാറ്റൂർ മുതലായ സ്ഥലങ്ങളിൽ ഒക്കെ പോയിട്ടുണ്ട്. ആർക്കും എന്നെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു പക്ഷെങ്കിൽ ഈ പെന്തിക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്കാണോ എന്നെ വിടിവിക്കാൻ കഴിയുന്നതെന്ന് വിചാരിച്ച് എന്റെ അമ്മയോട് ഞാൻ പറയാം, അമ്മേ, ഞാൻ നാളെ ഒരു സ്ഥലം വരെ ഒന്ന് പോവുകയാണ്. എന്തിനാ മോനെ? ഞാൻ പറഞ്ഞ, അമ്മ ഒരു സ്ഥലം വരെ പോയിട്ട് വേണ്ടേ? സ്ഥലം അമ്മയോട് ഞാൻ പറയുന്നില്ല. ഒരു 5 രൂപ അമ്മ മേടിച്ചു വെച്ചേക്കണം. എന്തിനാടാ? 5 രൂപ വാങ്ങിച്ചു വെച്ചാൽ, ഞാൻ കോഴിക്കോട്ട് നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട് ഒരു സ്കൂളിൽ. ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ പോകാന്നുള്ള ചിന്തയിൽ അമ്മയോട് പറയുന്നത് 5 രൂപ വേണം, 4 രൂപ 20 പൈസ വേണം ട്രെയിൻ അവിടെ പോകാൻ. എനിക്ക് 5 രൂപ മേടിച്ചു വെച്ചേക്കണം. എന്റെ കയ്യിൽ എത്രമാത്രം ഇല്ലാതായി, ഒന്നുമില്ലാതായി, ശൂന്യമായല്ല. അമ്മ പറഞ്ഞ് മേടിച്ചു വെച്ചേക്കാം. അപ്പൊ ഞാൻ അമ്മയോട് മേടിച്ചതെന്നറിയാമോ? അമ്മയോട് വാങ്ങിച്ചു വെക്കുന്നത്, ഈ പെന്തിക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടും ഒരു സമാധാനവും സൗഖ്യവും സന്തോഷവും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ 5 രൂപ വാങ്ങിച്ച് കോഴിക്കോട്ട് പോയി ആത്മഹത്യ ട്രെയിനടി തലവിക്കണം. അത് കോട്ടയത്താരും അറിയത്തില്ല, അമ്മയും അറിയത്തില്ല. എന്റെ അമ്മയെ അറിഞ്ഞാൽ എനിക്ക് ഓർക്കുവാൻ കഴിയത്തില്ല. അത്രമാത്രം കഷ്ടം സഹിച്ച് അപ്പൻ മരിച്ചേക്കും കഷ്ടപ്പെടുത്ത് വളർത്തിയ ഒരു മാതാവാണ്.
അതുകൊണ്ട് ഞാന് ആ ചിന്തയിൽ അങ്ങനെ പറഞ്ഞിട്ട് പോവുകയാ പ്രിയരി. അവിടെ ചെന്നു. അത് പുതുപ്പള്ളി കീച്ചാൽ എന്ന് പറയും. കീച്ചാൽ കത്തോലിക്കപ്പള്ളി മേളിൽ തോണ്ടുകണ്ടത്തിൽ എന്ന് പറയുന്ന ഭവനമുണ്ട്. ആ ഭവനത്തിൽ രണ്ടുപേർ ഇപ്പോൾ പാസ്റ്റേഴ്സാണ്. ഒരാള് AG-യിലും ഒരാൾ IPC. അവർ പിള്ളേരാ. അവിടെ ചെല്ലുമ്പോൾ എന്റെ പ്രിയരെ, ആദ്യമായിട്ട് പെന്തിക്കോസ് പ്രാർത്ഥനയ്ക്ക് പോകുന്ന പെന്തിക്കോസ് പ്രാർത്ഥന കണ്ടെത്തിക്കൊണ്ട് പൂക്കോയിക്കല് ജഡ്ജി തോന്നിയുമ്പോ, പക്ഷെ പെന്തിക്കോസിന്റെ അകത്ത് ഞാൻ കയറിയിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ ഇതാ പ്രവചനം, ദൂത്, അന്യഭാഷ, ബഹളം. മീശ വെച്ച വിശ്വാസികൾ ആരുമില്ല. പുരുഷന്മാര്, സഹോദരിമാരെല്ലാം സുപ്രഭുത്വധാരികൾ, സഹോദരന്മാരെല്ലാം സുപ്രഭുത്വധാരികൾ. ഇന്നത്തെ കാലമല്ലല്ലോ, 56 വർഷത്തെ മുമ്പത്തെ കാര്യം പറയുന്നു. അങ്ങനെ ആരാധന വെളിപ്പെടുക, തീയിറങ്ങുന്ന ആരാധന. അപ്പോൾ ഞാന് ഒരു മൂലയ്ക്ക് മൂലയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ചെറിയ മീശയൊക്കെ ഉണ്ട്. അതിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. പിന്നെ എന്റെ കഴുത്തൂടെ കാശിരൂപം എന്ന് പറയുന്നത് എനിക്ക് അറിയാവുന്ന കാശിരൂപം, കൊന്ത, മരിച്ച പുണ്യാളന്മാരുടെ അസ്ഥി, അന്തിക്ക ഇതെല്ലാം എന്റെ കഴുത്തെ കെട്ടിയിട്ടുണ്ട്. ഈ കർദ്ദിനാളന്മാരും ബിഷപ്പുമാരും അതില് നിങ്ങള് ഓർത്തഡോക്സിലേക്ക് ആണെങ്കിൽ അവർക്ക് കഴുത്തെ കെട്ടിയിട്ടില്ലേ, അതുപോലെ കഴുത്തെ കെട്ടിയിട്ടുണ്ട്. എന്റെ ഇടത്ത് കയ്യേൽ, അത് പറയാൻ സമയമില്ല, ഇടത്ത് കയ്യേൽ ഒരു മന്ത്രവാദി അച്ഛൻ മന്ത്രവാദം ചെയ്ത് കെട്ടിയ ഒരു കുരിശും ഒരു ചരടും. എന്റെ അരയിൽ 2 തകിടുകളും 1001 ജപിച്ചു കെട്ടിയ ചരടുകളും ഇതെല്ലാം എന്റെ ശരീരത്തും. ഞാൻ അവിടെ ഇങ്ങനെ പൊങ്ങി ഇരിക്കുകയാണ്. ഞാൻ ശാന്തമായി ഇങ്ങനെ അവിടെ ഇരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 4 മണിയായി. രാവിലെ 10 മണിക്കുള്ള പ്രാർത്ഥന. 4 മണിയായിട്ടും ആർക്കും എഴുന്നേറ്റ് പോകേണ്ട അത്ര സന്തോഷം. 4 മണിയായപ്പോൾ പ്രാർത്ഥിക്കുന്ന നിളി ചെയ്യുന്ന പാസ്റ്റർ പറഞ്ഞു. പാസ്റ്റർ അറിയത്തില്ല. പാസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥന നിർത്തിയിരിക്കുന്നു, എല്ലാവർക്കും ഒന്ന് വിശ്രമിക്കാം, 5 മണിക്ക് വീണ്ടും പ്രാർത്ഥന ഇരിക്കാം. അപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുപോയ സഹോദരന്മാരുണ്ടല്ലോ, ഞങ്ങളുടെ സുവിശേഷ സഹോദരന്മാർ 3 പേരുണ്ട്. അവരൊന്ന് എട്ടാലെ കുഞ്ഞുപോലെ പോലെ അദ്ദേഹം മരിച്ചുപോയി, അമേരിക്ക വെച്ച് മരിച്ചുപോയി. രണ്ടാമത്തെ കുഞ്ഞുകുട്ടി അദ്ദേഹം മാത്രം ജീവിച്ചിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം മരിച്ചുപോയി. അങ്ങനെ ഞാന് അവരുമായിട്ട് ചീത്ത പറയാൻ തുടങ്ങി. നല്ല ചീത്ത പറയും. പാലാ ചീത്ത എന്ന് പറഞ്ഞാൽ നല്ല ചീത്തയാണ്. ആ ചീത്തയെല്ലാം പറയും, നിങ്ങളുടെ ദൈവം പിടിവിക്കുന്നു എന്ന് പറഞ്ഞ് മറിച്ചത്. അപ്പോൾ അവരെ രക്തം എനിക്കറിയാവോ രക്തം പറയാനാണ്. പക്ഷെ രക്തം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്താ ജയമെന്നാ അതിന്റെ അർത്ഥം അറിയാവോ? രക്തം എന്ന് പറയുമ്പോൾ പിശാചിന്റെ പ്രവൃത്തി അഴിഞ്ഞു പോകുമെന്ന് അവർ വിശ്വസിക്കുന്നു, ഞാനെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ഒരു വർഷത്തിൽ ഈ സുവിശേഷം പറഞ്ഞ സഹോദരന്റെ വീട്ടിൽ ഞാൻ എത്തി. അത് പാടകുന്നേൽ ചുമ്മാ എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. ആ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, എടോ താൻ ഇച്ചിരി ആഹാരം കഴിച്ചു, നേരം ഒന്നും കഴിച്ചിട്ടില്ല. അന്നേരം ഞാൻ ചിന്തിച്ചു, ഏതായാലും പിണക്കണം, ഇച്ചിരി ആഹാരം കഴിച്ചു പോകാൻ വിചാരിച്ച് ഞങ്ങള് ആഹാരം കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ എന്റെ ചിന്തയറിയോ 5 രൂപ, എന്റെ ചിന്തയറിയോ മരണം, എന്റെ ചിന്തയറിയോ അമ്മയെ മക്കളെയൊക്കെ ആരെങ്കിലും നോക്കട്ടെ. ഈ ചിന്തയോടെ ഞാൻ വേഗം നടക്കുകയാണ്. അവിടെ ഒരു 3/4 കിലോമീറ്റർ 1 കിലോമീറ്റർ നടക്കണം വീട്ടിലേക്ക് വരാൻ. ഞാൻ അങ്ങനെ നടന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടന്നു കാണും. നടന്നു കഴിയുമ്പോൾ ഈ ദൈവദാസനും പ്രിയപ്പെട്ട ദൈവദാസിദാസന്മാരെ, വാസ്തവത്തിൽ ഒരു ആത്മാവിന് വില അറിയാവുന്നവരൊക്കെ അത് പ്രാർത്ഥിക്കാൻ കഴിയൂ. ആ ദൈവദാസികളുടെ മുഴങ്കാലെ ആരെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒരു വെളിപ്പാടുള്ള മനുഷ്യരായിരുന്നു അദ്ദേഹം. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്നു രാത്രിയും ഞാൻ അവരെ സന്ദർശിക്കും, സ്നേഹിത ഇന്നു രാത്രി സന്ദർശിക്കും എന്ന് ദൈവം വെളിപ്പെടുത്തിയാൽ അന്നു രാത്രി ദൈവം നിന്നെ രക്ഷിക്കും, അന്നു രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കും, അന്ന് രാത്രി നിനക്ക് സമാധാനം തരും, അന്ന് രാത്രി ആത്മഹത്യാ പ്രവണത മാറും. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പ്രാർത്ഥിച്ചു. അവിടെ എന്റെ കൂടെ വന്നത് ഒരു കുഞ്ഞുമോന സഹോദരന, അദ്ദേഹത്തിന് അഞ്ജന. അവൻ ഓടി വന്നു. അവൻ ഇടയ്ക്ക് രക്ഷിക്കപ്പെട്ടായിരുന്നു അവിടെ വെച്ച് തന്നെ. അവൻ ഓടി വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇവരെന്നെ ഇതിനകത്ത് ചാക്കാനാണ് നടത്തിയ. അവൻ വന്നപ്പോൾ എന്നെക്കാൾ ആരോഗ്യവാനാണ്. അവൻ എന്നെ പറഞ്ഞു, എടാ ഇന്നൊരു പാത്രം ഇവിടെ ഉണ്ട്, അത് വെളിച്ചപ്പാട്ട് കുഞ്ഞുചായന്റെ വീട്ടിൽ വെച്ചാ, അതൊരു വീടാ, അവരെല്ലാം ഇമറുകാട്ട് ആരാധനയ്ക്ക് പോകുന്നവരാ. ഞാൻ പറഞ്ഞു, പെന്തിക്കോസുകാർ സ്വത്രം കേൾക്കണ്ട, നീ എന്നെ വിടാന്ന് പറഞ്ഞു. ഞാൻ തുല്യ പ്രായമാണ്, എന്നെ വിട്ടില്ല. അവരെന്നെ കയ്യിലെടുത്തു, കുഞ്ഞിനെ എടുക്കുന്ന പോലെ കയ്യിലെടുത്തുകൊണ്ട് വെളിച്ചപ്പാട്ട് കുഞ്ഞുഞ്ഞെന്ന് പറയുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവൻ മാതാപിതാക്കൾ മരിച്ചുപോയി, മക്കളൊക്കെ വിശ്വാസികളാണ്. ആ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ 6-7 പേര് കൂടി ഇന്ന് പ്രാർത്ഥിക്കാനായി തീരുമാനിച്ചു വന്നിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട അച്ചായനും ഭാര്യകളും വന്നിട്ടുണ്ട്. പ്രിയരെ, അവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോ അവരെല്ലാം ഇരുന്ന് ഒരേ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക.
ഈ പാവിയായ മനുഷ്യനെ രക്ഷിക്കണമേ, ഇവന് സമാധാനം കൊടുക്കണം, ഇയാൾക്ക് സമാധാനം കൊടുക്കണം. അവർ യാക്കോബായത് പെന്തിക്കോസിലേക്ക് വന്ന വിശ്വാസിനി 7 പേരേ ഉള്ളൂ. ആ 7 പേരും മണകാട്ട് ആരാധനയ്ക്ക് പോകുന്ന അന്ന്. ഇന്നവിടെ വീട്ടുസഭയുണ്ട്, വീട്ടുസഭ. അവര് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ അലസനായിട്ട് ഇരിക്കുക, ഡൗണ് കൊണ്ടൊക്കെ മടക്കി കുത്തി ഓരോ ചന്തപ്പിള്ളേർ ഇരിക്കുന്ന രീതി ഇരിക്കുക. അപ്പോൾ എന്നോട് ആരോ പറയുന്ന തോന്നി, ഈ മുണ്ട് മടക്കിയിട്ടിരിക്കും. ഉടനെ ഞാൻ മുണ്ട് മടക്ക് ഓർത്തു. ഉടനെ എന്നോട് ആരോ പറയുന്ന തോന്നി, അവരെല്ലാം കണ്ണടച്ച് സ്വന്തം പറഞ്ഞ് പ്രാർത്ഥിക്കുക, കണ്ണടച്ചുകൊണ്ടേ. അവൻ പെന്തിക്കോസുകാരെ കണ്ണടച്ച് പ്രാർത്ഥിക്കൊണ്ട്, യാക്കോക്കാർ കത്തോലിക്കാർ കണ്ണടച്ച് പ്രാർത്ഥിക്കത്തില്ലല്ലോ. ഞാനേ കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോ കണ്ണു പതുക്കെ അടച്ചു. കണ്ണടയ്ക്കുന്നത് എനിക്കറിയാം. കണ്ണടച്ച് കഴിയുമ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഭവനത്തിൽ മണ്ണെണ്ണവിളക്കിന്റെ അനന്ത വെളിച്ചത്തിന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സ്വത്രം ഒരു മെർക്കുരിയേറ്റ് പ്രകാശത്തിന്റെ തലമേൽ ഇവിടെ അടിച്ചു, നെറ്റിമേൽ അടിച്ചു. നെറ്റിമേൽ അടിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുവരെ ഹല്ലേലൂയ പറയാത്ത ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ പറയുകയും എന്റെ കഴുത്തെ മുമ്പേ പറഞ്ഞ കാര്യം പിക്ചർ ചെയ്യുന്നില്ല, മുഴുവൻ വലിച്ചു. അരയിലെ തകിടും അരയിലെ ജപിച്ചു കെട്ടിയ ചാടും വലിച്ചു. പുരോഹിതൻ മോണംകുളത്ത് അച്ഛൻ കെട്ടിയതായ കുരിശും ചാടും വലിച്ചു. ദൈവം വാക്തമായി നിങ്ങളുടെ നടുവിലുണ്ട്, ദൈവം വാക്തമായി നിങ്ങളുടെ നടുവിലുണ്ട്, ദൈവം വാക്തമായി നിങ്ങളുടെ നടുവിലുണ്ട് എന്ന് പറയുവാന്നു. അത് പറഞ്ഞപ്പോൾ അവരെല്ലാരും എന്നോട് ചോദിച്ചു, വല്ലതും കണ്ടോ, വല്ലതും കേട്ടോ? ഞാൻ പറഞ്ഞു, കണ്ടതും കേട്ടതും പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ, പ്രേക്ഷകരോ. ഉടനെ അവിടുത്തെ ആ വീടിന്റെ ഉടമസ്ഥൻ നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് പൗലോസിനെ പൗലോസ് ഡമസ്കോസിൽ പോയതൊന്നും എനിക്കറിഞ്ഞൂടാ, ഡമസ്കോസ് വെച്ച് സന്ദർശിച്ച പോലും സന്ദർശനമാണ് സഹോദര. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർണാടക സ്റ്റേറ്റിൽ ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത്, ഉടുപ്പിയിൽ MD ഡോക്ടറായിരിക്കുന്ന ഒരു ആന്റിയുടെ ഭർത്താവ് CN നൈനാൻ എന്ന് പറയും. അദ്ദേഹം ദർശനത്തോടെ അവിടെ വരിക, എന്നെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തെ പദ്ധതിയ. അവിടുത്തെ ദർശനത്തോടെ വെളിച്ചപ്പാട് വീട് എഴുതി കാണിച്ചു. ആത്മാവ് അങ്ങനെയൊക്കെ കാണിക്കും, പേരെഴുതി കാണിക്കും. എന്നെ കാണിച്ചിട്ടുണ്ട് പോകും. പ്രശ്നോ അങ്ങനെ അദ്ദേഹം പേരന്വേഷിച്ച് വരുമ്പോൾ ഞാൻ ആ ദൈവശബ്ദം കേട്ടല്ലെങ്കിൽ ദൈവ അടിയേറ്റ് നിൽക്കുക. അദ്ദേഹം വന്ന് ഇരുന്നിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം എടുത്ത് വായിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, കഥയും കൂടി വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നു. എന്നെ കൂടെ പറയിപ്പിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിന് ഭയങ്കര ആരോഗ്യം, പണ്ടത്തെ ക്ഷീണമെല്ലാം മാറി. ഞാൻ തീരുമാനിച്ചു, ഇനി മരിക്കയില്ല, ഇനി ഞാൻ ജീവിച്ചിരുന്ന് എന്റെ അമ്മയെയും എന്റെ സഹോദരന്മാരെയും ഞാൻ സംരക്ഷിക്കും. അപ്പൊ അങ്ങനെ ദൈവസന്നിധാനത്തിൽ ഞാൻ തീരുമാനം ഇങ്ങനെ മനസ്സിൽ എടുത്ത് മരിക്കുന്നില്ല. അന്ന് രാത്രിയിലാണ് യേശുവിന്റെ അടുക്കൽ വരുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതാ. അന്ന് രാത്രി ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എന്റെ അപ്പൻ മരിച്ച്, അപ്പൻ വിളിക്കാതിരിക്കുന്നു, മകനെ എന്ന് വിളിക്കുന്ന വിചാരിച്ചു. ആ ശബ്ദം കെട്ടി ഇറങ്ങി. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അന്ന് രാത്രിയിൽ അത് കേട്ടു. രാവിലെ എഴുതിയിട്ട് ഞാൻ കൊല്ലാക്കുന്നതിന്റെ തീരുമാനമെടുത്തു. അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു, ക്ഷമ പറഞ്ഞു, മടങ്ങി വന്ന് സാരപ്പെടണമെന്നാ പറയുന്നത്. ഞാൻ സാരപ്പെടണം. അവിടെ ആ വീട്ടുകാരും ആ നൈനാച്ചാനും പോലെ അങ്ങനെയൊന്നും സാരപ്പെടുത്താൻ പറ്റത്തില്ല. ഇന്നത്തെ കാരിസ്മാറ്റിക് പോലെയല്ല. എന്നാൽ കത്തോലിക്കൊന്നും വിശ്വാസത്തിന്റെ കാലമല്ല. എന്നോട് കത്തോലിക്കലൊക്കെ വിശ്വാസം വന്നിട്ട് ശരിയായ വചനം പഠിച്ച് ശിഷ്യരാകാതെ സാരപ്പെട്ടാൽ മടങ്ങിപ്പോയ വലിയ ശിക്ഷയാണ്. അതുകൊണ്ട് ഉപസിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അവർക്ക് ദർശനമുള്ളതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ പ്രതിബന്ധങ്ങളെല്ലാം അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം അവർ വലിയ ദിവസം ഉപസിക്കണമെങ്കിൽ ചെലവണം. അവളെ വീട്ടുകാരൻ അച്ചായന് ഒരു പശു ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് 700 രൂപയ്ക്ക് പശുവിനെ വിറ്റു. പശുവിനെ വിറ്റ് 7 ദിവസം ഉപവാസം പ്രാർത്ഥിപ്പിച്ചു. നാട് കൂടി ഇളകുവാൻ തുടങ്ങി. എന്റെ വീട്ടുകാർ ഇളകുവാൻ തുടങ്ങി. നാട്ടിലെല്ലാം കല്ലേറായി. ആ വീട്ടിലേക്ക് കല്ലേറ് തുടങ്ങി. ഭയങ്കര ബഹളമായി. വെളിച്ചപ്പാട് പിന്നെ ഏരെയും കല്ലെറിയുവാൻ തുടങ്ങി. വലിയ ബഹളമായി. എന്റെ അമ്മാച്ചന്മാരും ഒക്കെ ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ വരുവാൻ തുടങ്ങി. ഭയങ്കരമായ ശബ്ദമായാണ്. ഞാന് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ബോധം കെട്ടി വീഴും. അകത്ത് ബോധമുണ്ട്, പുറത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അവസ്ഥയാണ്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയായി, 2 ദിവസം പ്രാർത്ഥനയായി, 3 ദിവസമായി, 5 ദിവസമായി, 6 ദിവസമായി. പ്രാർത്ഥിക്കാൻ ഇരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ബോധം കെട്ടി വീഴും.
ഇടയ്ക്ക് എന്ന് പറഞ്ഞോട്ടെ, ഈ ബോധം കെട്ട് വീഴുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ദിവസം 35 പ്രാവശ്യം വരെ ബോധം കെട്ട് വീഴുമായിരുന്നു. 40 പ്രാവശ്യം അവർ വീണിട്ടുണ്ട്. വൈദികരോടോ മെത്രാന്മാരോടോ ആരോടെങ്കിലും രോഗാവസ്ഥ പറഞ്ഞു പോയാൽ അന്നേരം ബോധം കെട്ടി വീഴും. മാത്യു ഗാവുകാട്ട് എന്ന് പറയുന്ന ഇപ്പൊ കത്തോലിക്ക വിശുദ്ധനാക്കാൻ ആഗ്രഹിക്കുന്ന മാത്യു ഗാവുകാട്ട് മെത്രാപ്പൊലീത്തായുടെ പൗത്തുമെത്ര എന്നൊക്കെ പറയും. ചങ്ങനാശ്ശേരി പൗത്തുമെത്രയുടെ അരുമയുടെ മുകളിൽ 2 നില തടിയ. അവിടെ പള്ളിക്കാരെല്ലാം കൂടെ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോകുമ്പോൾ എന്റെ കാലിൽ രണ്ടും കൂടെ തലയെടുത്ത് വെച്ചിട്ട് കയ്യിൽ കൂടെ വെച്ചിട്ട് ബോർഡ് കറങ്ങുന്ന പോലെ ഇങ്ങനെ കറങ്ങുവാനായിക്കൂടെ. മാത്യു ഗാവുകാട്ട് മെത്രാപ്പൊലീത്ത പറഞ്ഞു, ഇയാളെ എന്തെങ്കിലും ചെയ്യാൻ ലോകം മുഴുവൻ യാത്രയിട്ട് ഇതുപോലെ ലോകം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ബഹളമാണ്. അമ്മയുടെ കൈകൾ കൈ ഒടിയുന്നു. സെമിനാരി പഠിക്കുന്ന സഹോദരന്റെ കൈ ഒടിയുന്നു. ഞാൻ എന്റെ വീടിങ്ങനെ എന്റെ സഹോദരി വയറ് വീർക്കുന്നു, അവൾ തലമുടി വെച്ചിപ്പൊരിക്കുന്നു. വീടിനകത്ത് ഭയങ്കര ബഹളം. നാട്ടുകാർക്ക് ആകെ ഭീതിയായി. അയക്കുന്ന പഞ്ചായത്ത് മുഴുവൻ കേളിയായി. വർഷങ്ങൾ അങ്ങനെ കഴിയുമ്പോൾ 1, 2, 3 വർഷങ്ങൾ അങ്ങനെ കടന്നു. വീട്ടിൽ യാതൊരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയായി. ഭയങ്കരവും ഭയാനമായ അവസ്ഥയായി. അവസാനം കടമറ്റം പള്ളിയിൽ പോയി സേവ എടുക്കാൻ പറഞ്ഞു. കടമറ്റത്ത് പോയി കുരിശ് വെച്ച് സേവ എടുത്തുകൊണ്ട് വെച്ചപ്പോൾ അതിനേക്കാൾ പ്രശ്നമായി. അങ്ങനെ പ്രശ്നം രൂക്ഷമായി മന്ത്രപത്രമൊക്കെ പോയി. അതോട് നിൽക്കാൻ പോയാൽ സമയത്ത് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ആ വിഷയങ്ങളെല്ലാം കൂടെ ഇവർക്ക് മനസ്സിലായിട്ടുള്ളത് കൊണ്ടാകാം, ദൈവാത്മ ബോധ്യമായിട്ടുണ്ടായിരിക്കാം. 7 ദിവസം ഉപവാസം ഇരുന്നു. 6ാമത്തെ ദിവസമായിട്ട് യാതൊരു ബിരുദമില്ല. അപ്പൊ ദൈവാത്മാവ് ഒരാളിൽ കൂടെ പ്രവചിച്ചു, ഇവിടെ 2 പേരെ ദൈവാത്മാവെ സംശയിക്കുന്നവരുണ്ടെന്ന്. ആ 2 പേരെ ഇന്ന് ഈ പ്രാർത്ഥനാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഇപ്പോഴത്തെ പെന്തിക്കോസ്തുകാർക്കൊന്നും ആ വെളിപ്പാട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് 2 പേരും ഇറങ്ങിയ നേരം അവരിറങ്ങിപ്പോകുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, രാത്രി 11 മണിക്കുള്ളിൽ കർത്താവിനെ അത്ഭുതമായി വിടുവിക്കും. നിങ്ങൾ ചുറ്റുമിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കാം. കൃപയാൽ ആ 2 പേർ ഇറങ്ങുകയും മറ്റുള്ളവർ റൗണ്ടായി ചെയ്യുന്നു. എന്നെ നടുക്കിട്ടു കഴിഞ്ഞപ്പോൾ എന്നിലും എന്റെ കുടുംബത്തിന് വ്യാപരിച്ചതായ പേര് പറയുന്നതിന് പേര് പറഞ്ഞാൽ സമുദായക്കാർക്ക് പ്രശ്നം ഉണ്ടാകുമല്ലോ. 19 ദുർപൂര വ്യാപാര ശക്തികൾ പേര് പറഞ്ഞ് ഇറങ്ങിപ്പോകത്തക്ക നിലയിൽ ദൈവശക്തിയോട് വ്യാപരിച്ചു. തീ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ അളത്തം മാറി ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഓരോരോ പേരുകൾ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, എങ്ങനെ നീ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒന്നും പറയുന്നില്ല, ടെലിവിഷനല്ലേ. അവസാനം ഒരു പറഞ്ഞു, നീ എങ്ങനെ പോകുന്ന അറിയാൻ സാധിക്കും. ഈ കള്ള പറയുന്നല്ലേ, ഹോസ്റ്റിന്റെ ആത്മാവിലെ ഹോസ്റ്റലെ പറയുന്നു. അന്നേരം ശാന്തമായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് പോവാം. നീ എന്തോ പറഞ്ഞിട്ട് പോകും, ഞങ്ങൾ പറയുന്ന പോലെ പറയാം. നീ അങ്ങോട്ട് ഇറങ്ങിപ്പോയി മൂവാണ്ടമ്മാവിന്റെ മുകളിൽ ഏറ്റവും മുകളിലുള്ള വലിയൊരു കമ്പ്, മനുഷ്യൻ പിടിച്ചാൽ ഒടിഞ്ഞേരാത്ത ഒരു കമ്പ് ഒടിച്ച് വീടിന്റെ മുറ്റത്തിട്ട് ഇടും. ഈ മനുഷ്യനെ ഈ വീടിന്റെ മുകളിൽ വരെ 12 അടി ഉയരമുണ്ട്. മുകളിൽ വരെ പൊക്കി കൊണ്ടുപോയിട്ട് താഴോട്ട് ഇടുവോ? ഒന്നും പറ്റാതെ ഇടും. ഇത് രണ്ടും സംഭവിച്ചാൽ നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കും, അല്ലെ നിന്നെ ഇവിടെ ഇട്ട് ഉരുക്കുമെന്ന് പറഞ്ഞു. പ്രിയരെ, ഞാൻ പറയട്ടെ, ആത്മാവിൽ ഐക്യതയോടെ ആത്മം പെണ്ണും സൗകര്യമാരെല്ലാം കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ തീയുടെ അഗ്നി അവിടെ ഇറങ്ങി കൃപയാൽ അത് പറഞ്ഞു. കർത്താവിനെ അന്ന് രാത്രി വിമോചനാക്കി. ഞാൻ ആ പുസ്തകം എഴുതിയിട്ടുണ്ട്, 3 പുസ്തകങ്ങൾ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വന്തം ഞാൻ വിമോചനായി എന്ന്. അന്ന് വിമോചനായി. ദേശം മുഴുവൻ ഞടുങ്ങി. സാരപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ പ്രിയപ്പെട്ട പറഞ്ഞു, ഇവിടെ സാരപ്പെടുത്തിയാൽ നാട്ടുകാരെല്ലാം കല്ലെറിയുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യൻ പൗരനാണ്, എന്നോട് വാദിക്കാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ, എന്റെ വ്യക്തിത്വം ഇന്ത്യൻ പൗരത്വം വെച്ച് സംസാരിച്ചോളാം. അവർക്ക് സമ്മതമില്ല. പുതുപ്പള്ളിയുടെ ഞാൻ കുളിക്കുന്ന കടവിൽ, ഞാൻ ജനിച്ച പഞ്ചായത്തിൽ, ഞാൻ ജനിച്ച ഗ്രാമത്തിൽ തന്നെ ഞാൻ സാരപ്പെടും. അവര് മടുത്തു. അവസാനം നൈനാച്ചൻ പറഞ്ഞ അദ്ദേഹം എന്നെ സാരപ്പെടുത്തി. CN നൈനാച്ച് ചെറുത്തലാട്ടെന്ന് പറയും. മാസ്റ്റർ ജിയോളയൊക്കെ പഠിച്ച അദ്ദേഹമാണ്. STM, BD, MDH ഒക്കെ പാസ്സായ എബ്രായ ഗ്രീക്ക് ഭാഷയൊക്കെ പഠിച്ച ദേവദാസൻ. അദ്ദേഹം സാരപ്പെടുത്തിയനെ പിതാവിന്റെയും പുത്രന്റെ കാലഘട്ടത്തിൽ മരണപരിധി വിശ്വസ്തനായിരിക്കാൻ പറഞ്ഞു. സാരപ്പെടുത്തിയതിനു ശേഷമായി രാവിലെ 2-3 പേർ കൂടി എന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ എന്റെ അമ്മ എന്റെ തന്തയ്ക്ക് വിളിച്ചു.
തന്തയില്ലാത്തവനെ, നീ ഈ കുടുംബത്തെ നശിപ്പിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അമ്മേ തന്തയില്ലാത്തവനായിട്ടാണ് ജനിച്ചല്ലേ. ഞാൻ ചോദിച്ചു, ഈ പട്ടാളം VT കുര്യാക്കോസ് എന്ന് പറഞ്ഞ ആൾ പിന്നെ ആരാ? അമ്മ ചിരിച്ചു. അന്നേരം അവർ പറഞ്ഞു, ഇവരെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, നാം കൊണ്ടുപോയി അഭിഷേകത്തിലേക്ക് നയിച്ചെങ്കിലേ നാളെ പറഞ്ഞു കൊണ്ടുപോയി 3 ദിവസം വീട്ടിൽ ദിവസം ഇരുത്തി. 3-ാമത്തെ ദിവസം കർത്താവിന്റെ കൃപയാൽ വെളിപ്പാടോടും പ്രവചനാത്മാവോടും ഭൂതശാന്തി വരത്തോടും കൃപയാലും നിർത്തി 56 വർഷവും ആ കൃപയിൽ തന്നെ ദൈവം നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പറട്ടെ, അവിടെ നിർത്തി സാരപ്പെട്ടു. അവിടെ അപ്പോസ്തലപ്രവൃത്തി 1-ാം വാക്യം വായിക്കുന്ന പോലെ അഭിഷേകം പ്രാപിച്ച സാക്ഷിയാകണമല്ലോ. ഞാൻ തനിച്ച് സാക്ഷ്യം പറയുവാൻ തുടങ്ങി. ഓരോ മുക്കിനും മൂലയ്ക്കും കയറിയാൻ തുടങ്ങും, കല്ല് തുടങ്ങും, ബഹളം തുടങ്ങും, കല്ല് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. ഒന്നും മനസ്സില്ല. പേടിയെന്ന് പറഞ്ഞാൽ ഇല്ലാതെയായി. അത് 20 വാർഡുണ്ട് പഞ്ചായത്തിൽ. 20 വാർഡിലെ പഞ്ചായത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അവസാനം ഇവിടുത്തെ അന്നത്തെ കത്തോലിക്കലായ റീത്തിൽ വന്നതാരെന്ന് പറയും, ഞാൻ കുർബാനയ്ക്ക് കുടിക്കൊണ്ട് പള്ളിയിലെ ചുണ്ടാപോയിലെ അച്ഛൻ എന്ന് പറയും, ബിഷപ്പ് എന്നൊക്കെ പറയും, ബിഷപ്പിന്റെ ഒക്കെ അപ്പൻ. അദ്ദേഹം ഒരാൾക്ക് കള്ളു കുടിക്കാൻ കാശ് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, ഇവനെ അടിച്ച് ശരിയാക്കാൻ പറഞ്ഞു. 2 പ്രാവശ്യം അടിക്കാൻ വന്നപ്പോഴും പ്രേക്ഷകരോ അടിയേറ്റില്ല. 3-ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ തനിച്ചു പോയി പ്രസംഗിക്കുമ്പോൾ എന്നെ അടിക്കാനും വരികയാണ്. അവിടെ എന്റെ കൂടെ എന്നെ സുശേഷം പറഞ്ഞ ഉമ്മൻചായനും പിന്നെ കുഞ്ഞുമനച്ചായനും കൂടെ വന്നു. ഞങ്ങൾ വേട്ടെ അവർ അഭിഷേകം പ്രാപിച്ച ഞാൻ അയ്യോ വരണ്ട, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്, ദൈവം ഒന്നും ചെയ്തോളെന്ന് പറഞ്ഞു. പക്ഷേ അവർ വന്നു. അവർ വരുമ്പോൾ മത്തായി എന്ന് പറയുന്ന 2 ചങ്കുള്ള ഒരു തടിയിറക്കുകാരൻ, തന്റെ തടിയിറക്കുന്ന ഇങ്ങനെ തടിയിറക്കുന്ന പ്രിയപ്പെട്ടവൻ, ഒരു നിലന്തല്ലി എന്ന് പറയും, നിലന്തല്ലി ഉണ്ടാക്കുന്ന ആ നിലന്തല്ലി അടിക്കാൻ വരുമ്പോൾ അന്ന് ആ പ്രിയരെ മനസ്സിലായി. ദൈവതേജസ് എന്ന് പറയുന്നത് 27-ാം സംഗീതം വായിക്കുന്ന പോലെ ദൈവതേജസ് നമ്മുടെ കണ്ണുള്ളിൽ കാണുവാൻ കഴിയും. അവൻ അടിക്കാൻ വരുമ്പോൾ ഞാൻ ഒരു വരയുടെ വട്ടത്തിൽ നിൽക്കുകയാണ്. അവൻ അടിക്കാൻ വരുമ്പോൾ അടിച്ച് താഴെ വീഴുകയാണ്. അടിക്കാൻ വരുമ്പോൾ അടിയേറ്റുന്നില്ല. അവൻ നിലത്ത് വീണപ്പോൾ പ്രീഡവനായ ഗോപാലൻ ചോവൻ എന്ന് പറയും. ഗോപാലൻ ചോവൻ തായ്പലേനെ എന്നാ വിളിക്കുന്നത്. തായ്പലേ കയറിപ്പോ, അത് നല്ല കാര്യമല്ലേ പറയുന്നു പറഞ്ഞു. പക്ഷേ 1 വർഷം പോലും മത്തായി ഭൂമിയിൽ ജീവിച്ചില്ല. 365 ദിവസത്തിനായി യാതൊരു രോഗമില്ലാത്തവൻ ലോകത്തിന് മാറ്റപ്പെട്ടുവരെ ഭാര്യ ഭ്രാന്തിയായി തീർന്നു. അതോട് ചേർന്ന് അയക്കുന്ന പഞ്ചായത്തിൽ എനിക്ക് അംഗീകാരമായി ഇന്നും അംഗീകാരത്തിന് കൃപയാൽ നിൽക്കുന്നു. അതോട് നിൽക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോയി. ഇവരെയൊക്കെ നോക്കണ്ടേ. ജോലിക്ക് പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 118-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം ആകാശത്തിൽ ഒരു തങ്ക കൈവടി ഇങ്ങനെ എഴുതി കാണിച്ചു. എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ മനുഷ്യനെ ആശ്രയിക്കാതെ യഹോവയെ ആശ്രയിക്കുക നല്ലത് വാക്യമാണ്. അവൻ ദൈവത്തിൽ ആശ്രയിക്കുക, ജോലിക്കൊന്നും പോകരുന്നുള്ള വാക്യം മനസ്സിലായി. ഞാൻ അവിടുന്ന് ദൈവത്തിനെ സമർപ്പിച്ചു. ആ രാജിവെച്ചാൽ ഞാൻ ശമ്പളം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ രാജിവെച്ചതിന് ശേഷം മുടങ്ങി. എന്നോട് കർത്താവിന്റെ ആത്മാവിന് പത്തനംതിട്ട പോകാൻ പറഞ്ഞു. പത്തനംതിട്ട ഞാൻ വന്ന ലോറിയിൽ പത്തനംതിട്ടയിൽ ഇറങ്ങി. പത്തനംതിട്ട ഇറങ്ങിയപ്പോൾ എന്നോട് മുൻപോട്ട് നടക്കൂ. ഞാൻ മുൻപോട്ട് നടന്നു. മുൻപോട്ട് പഞ്ചായത്ത് ഓഫീസിൽ നടക്കാൻ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിന്റെ ഭാഗത്ത് ഞാൻ ഒറ്റയാടി പിന്നെ മുൻപോട്ട് കാലി വെക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ നിൽക്കുകയാ. നിന്നുകൊണ്ട് അന്യപാട്ട് പറയാൻ തുടങ്ങി, സ്വത്രം പറയാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ ഒരു മനുഷ്യൻ വേഗം ഓടി വരും. ഒരു പോളിടെക്നിക് പഠിച്ച് പാസ്സായ ഒരു ഈഴവ സഹോദരൻ. അദ്ദേഹം ചോദിച്ചു, ഉപദേശിയാണ്? ഞാൻ പറഞ്ഞു, ഉപദേശി ഒന്നുമല്ല, ഞാൻ വിശ്വാസത്തിൽ വന്നൊരു 10 ദിവസമായിരുന്നു. എനിക്ക് യേശുവിനോട് ചേരുവ സ്ഥാനപ്പെടണം, രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സ്ഥാനപ്പെടുത്താമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ ഈ അനുഭവങ്ങളിൽ പങ്ക് വെച്ചിട്ട് അടുത്ത ബെയ്ത്തോം ഉണ്ടെങ്കിൽ ബെയ്ത്തോം പോയി. അപ്പോഴെനിക്ക് മനസ്സിലായി എന്നെ കർത്താവ് വേലയ്ക്ക് വിളിക്കുകയാണ്. 118 സംഗതി 8-ാം 9-ഉം വാക്യം കിട്ടി. വാക്യത്തോട് ബന്ധത്തിൽ ഈ മനുഷ്യനെ കിട്ടി കഴിഞ്ഞപ്പോൾ സുവിശേഷ വേലയ്ക്കായി ദൈവനെ വിളിച്ചു എന്നെ ഉറപ്പായി. ഉറപ്പോടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ ഞാന് പത്രത്തിൽ സ്റ്റാൻഡ് എന്ന് പറയും, സ്റ്റാൻഡിൽ പരസ്യം നടത്തുന്ന പോലെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചില ഭർത്തോമരെ അച്ഛന്മാരും ഒക്കെ പല ആളുകളും പറയുന്നുണ്ട്, ഇവിടെ കള്ളക്രിസ്തുകളൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുള്ള കാലമാണ് നമുക്ക് പറഞ്ഞു. ആരും മര്യാദയില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴും സഭ ഒരു സ്വതന്ത്ര സഭയാ. അവര് പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ ഉത്തരവാദിത്തമുള്ള ആള് ഈ ജോലിയൊക്കെ എന്തിനാ കളഞ്ഞത്? അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു, ഇവര് ഗൃഹ പിടിച്ചു. വീട്ടുകാർ പറഞ്ഞു, ഗൃഹ പിടിച്ചു, ഇത്ര ഉത്തരവാദിത്തമുള്ള എങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞു. ദൈവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. സഭക്കാരുടെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവിനെ വിളിച്ചത് ഉറപ്പല്ലേ? ഇത്രയും വലിയ ബന്ധനത്തിൽ ദൈവം വിളിച്ചത് ഉറപ്പല്ലേ? ആ ഉറപ്പ് നിങ്ങൾ എന്നെ നഷ്ടപ്പെടുത്താണെന്ന് ചോദിച്ചു. അയ്യോ പറ്റിയല്ല, ഇത്രയും പ്രായമായില്ലേ, ഇനി വൈസമനായിട്ടൊന്നും പഠിക്കാതെ ഉപദേശിയാകുന്ന പറ്റത്തിൽ എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. ഞാനൊരു പോർച്ചുഗാലിലെ ഒരു ബൈക്ക് കോളേജിൽ അയച്ചു, ഹിന്ദുസ്ഥാൻ ബൈക്ക് കോളേജിൽ അയച്ചു.
അവര് അടിച്ചപ്പോ അവര് ബ്രദറുകാരാ, അഭിഷേകത്തിൽ വിശ്വസിക്കുന്നില്ല. ഹിന്ദുസ്ഥാൻ ബൈബിൾ കോളേജ് ബ്രദറുകാര് അവര് പറഞ്ഞു പെന്തിക്കോസുകാരെ ഇവിടെ എടുക്കത്തില്ല. അടുത്ത ഞാന് വേറെ എഴുതി ബേർശേബ ബൈബിൾ കോളേജ് ചെന്നിത്തല ജേക്കോസ് അദ്ദേഹം സ്വതന്ത്രമായി നിൽക്കുന്ന ദേവദാസൻ അദ്ദേഹത്തിന് എഴുതി കാര്യങ്ങൾ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കടഭാരമൊക്കെ ഉണ്ടെങ്കിലും വരും. അദ്ദേഹം പറഞ്ഞു കടഭാരമുള്ളവരൊക്കെ ദാവീദിലേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഇതാ പഠിച്ചു, പഠനം തുടങ്ങി, പഠിച്ചതിന് ശേഷമായിട്ട് പ്രൈസിലോ മണക്കാലയിലേക്ക് എന്നെ റെഫർ ചെയ്തു. മണക്കാലയെ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തതിനു ശേഷമായിട്ട് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ 1973 കല്ലുമല എന്ന് പറയുന്ന ദൈവസഭയുടെ ചാർജ് ഏറ്റു. കല്ലുമല ദൈവസഭ എന്ന് പറയുന്ന സഭയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ട്, സ്വതന്ത്രമായിരിക്കുന്ന സഭയാണ്. ആ കല്ലുമല സഭയിലേക്ക് ചെല്ലുവാനായിട്ട് അവിടുത്തെ കുഞ്ഞുമനിച്ചാൻ പറയും, എം ഇ ജാക്കോ എന്ന് പറയും, അദ്ദേഹം എന്റെ സ്കൂളിലെ അധ്യാപകൻ കൂടിയായിരുന്നു. എന്നെ ആദ്യത്തെ സഭാ ചാർജിൽ അവിടെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് 250 സഭകളുള്ളതായ വിശ്വാസങ്ങളുള്ളതായ ആ സഭയിലേക്ക് എന്നെ ശുശ്രൂഷയ്ക്കാക്കി. ആദ്യത്തെ സഭ ഏതാണ്. അതിനുശേഷമായിട്ട് ഞാൻ അരിപ്പാട് മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അതിനുശേഷമായി പെരുവ കാരിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് 2 സഭയുടെ ചാർജിൽ പോയി. അതിനുശേഷമായി മൂലയിടം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അതിനുശേഷം നിലമ്പൂർ പാലാങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അതിനുശേഷം കൊട്ടാരക്കര കരിക്കം എന്ന് പറയുന്ന സ്ഥലത്തിൽ പോയി. അതിനുശേഷം കുളത്തൂപ്പുഴ സ്ഥലത്ത് പോയി. ഒത്തിരി ആത്മാക്കളെ നേടി, ഒത്തിരി ആളുകളെ ശിവ നടന്നു സാധിച്ചു. റാന്നി വെള്ളക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സഭയിലേക്ക് പോയി. അത് ഉദിമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് സഭയിൽ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു. അങ്ങനെ കേരളത്തിലെ 23 സമരസങ്ങൾ സഭയുടെ പാർട്ടിലായിട്ട് സേവനം ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു. കർത്താവിന് സ്വത്രം. സാക്ഷിയോടെ കൂടെ അവസാനിക്കുന്ന വിചാരിക്കുന്ന സാക്ഷി ഒത്തിരി ഉള്ളതാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് സ്വത്രം. അതിനുശേഷമായിട്ട് ഞാൻ ദൈവത്തിൽ ഒരു ദൈവാത്മാവ് ഇപ്പോഴത്തെ പ്രവചനാത്മാവുണ്ട്. ഒത്തിരി പ്രവാചകന്മാരുണ്ട്, ഒത്തിരി വ്യാജ പ്രവാചകന്മാരുണ്ട്, വ്യാജ ചക്കന്മാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ് 1971 എന്നെ കർത്താവിന്റെ ദാസനായ കെ എബ്രഹാം ഇന്ത്യ പെന്തിക്കോസ്ത് സഭയുടെ അല്ലെങ്കിൽ IPCയുടെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്ന കെ എബ്രഹാം സാറ് കത്തോലിക്ക രക്ഷിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് കുമ്പനാടുള്ള ബൈബിൾ കോളേജിലെ യുവാക്കന്മാർക്ക് വേണ്ടി ഒരു സാക്ഷ്യം പറയാനായി ക്ഷണിക്കുകയുണ്ടായി. അന്ന് ഞാൻ ബേർശേബയിൽ പഠിക്കുന്ന ആ സമയത്ത് അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്റെ കൂടെ കെ എ തോമസ് എന്ന് പറഞ്ഞ ദൈവദാസൻ 2 സഹോദരൻ കൂടെ പോയി. എനിക്കാണ് സാക്ഷ്യ സമയം. CK ഡാനിയൽ എന്ന് പറയുന്ന പിന്നെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തെ പ്രിൻസിപ്പൾ കൂടിയാണ്. ഞാൻ ദൈവം സാക്ഷ്യം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ കോളേജ് ഇളക്കി മറിക്കുന്ന പോലെ ദൈവാത്മാവിന്റെ ശക്തി പ്രവാഹം ഉണ്ടായി. സ്ഥാനപ്പെടാതെ വന്ന ഒരു സഹോദരൻ സ്ഥാനപ്പെടുവാൻ തീരുമാനമെടുത്തു. അവിടെ കെ സാർ ഇരുന്ന കസേരയിൽ അദ്ദേഹം അതിന്റെ വാരിക്കൽ വന്ന് നിന്ന് കണ്ടു, സന്തോഷിച്ചു. മടങ്ങി വന്നപ്പോൾ എന്നോട് മുട്ടുമടക്കാൻ പറഞ്ഞു. മുട്ടുമടക്കി എന്റെ നിലയിൽ കൈവച്ചിട്ട് പ്രവചനാത്മാവിൽ എന്നോട് പ്രവചനം പറയുക. ശ്രദ്ധിക്കണേ, പ്രവചനം പറയുക. ആ പ്രവചനം എങ്ങനെയോ, നീ ലോകത്തിൽ പ്രസിദ്ധനാകും, പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധനാകും, ഇന്ത്യയിൽ ടെലിവിഷൻ ഉണ്ടായിട്ടില്ല, ടെലിവിഷനിൽ പ്രസിദ്ധനാകും. 3 കാര്യം എനിക്ക് നീ പല ജാതിയുടെ നീ പ്രസിദ്ധനാകും. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം എന്റെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ. ആ പ്രവചനം പക്ഷേ നിവർത്തിച്ചു. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ മരിച്ചാലും ദൈവത്തിന്റെ പ്രവചനമാണെങ്കിൽ നിശ്ചയമായും നിവർത്തിക്കപ്പെട്ടിരിക്കും. ഞാൻ 12 മാധ്യമങ്ങളിൽ എഴുതുവാൻ എനിക്ക് ഭാഗ്യം ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. 8 ശക്തമായ പുസ്തകങ്ങൾ എഴുതുവാൻ എനിക്ക് ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. ആ 8 പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഞാൻ വിമോചനായിട്ടുള്ള ഈ പുസ്തകം, അമേരിക്കയിലുള്ളതായ ഒരു യൂണിവേഴ്സിറ്റി ഓർഡിനറി ഡോക്ടറേറ്റ് എന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകം പ്രാധാന്യം എന്ന് പറയുന്നത് കർത്താവിന്റെ ദാസൻ കുക്ക് സാഹിബിന്റെ മൂത്തമകൻ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ പഠിച്ച മലയാളത്തിൽ ആശംസ എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ വിമോചനായ പുസ്തകത്തിന്റെ നല്ല പ്രചാരം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭാപ്ഷികളോടെ ജോർജ് ആർ കുക്ക് സാഹിബിന്റെ സിമന്തപുത്രൻ. ഇത് പ്രസിദ്ധരായിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേവദാസനാണ് PG വർഗീസ്, KC ജോൺ, എൽ സാം, കാരവച്ചൻ, VCET, ഫോർവിഷന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരിക്കുന്ന KC പറഞ്ഞല്ലോ, ഏഷ്യൻ സൂപ്രണ്ട് ആയിരിക്കുന്ന PC തോമസ് അവറുകൾ മുതലായിട്ടുള്ള അനേക ദേവദാസന്മാർ. ഈ പുസ്തകം മറ്റൊരു പ്രാധാന്യം ചോദിച്ചാൽ, എന്നെ വിവേചിച്ചൊരു മന്ത്രവാദി, പൗലോസിനെ വിവേചിച്ചതുപോലെ വിവേചിച്ചൊരു മന്ത്രവാദിയെ വിശ്വാസത്തിലെ കൊണ്ട് സ്ഥാനപ്പെടുത്തുമ്പോഴേക്ക് മനോഹരമായ ഒരു ഗ്രന്ഥമാണ് കർത്താവിന്റെ സ്തോത്രം. അതിങ്ങനെ 8 പുസ്തകങ്ങൾ. അതിലൊരു പുസ്തകമാണ് ഞാൻ കണ്ട ഇസ്രായേൽ എന്ന് മനോഹരമായ മറ്റൊരു ഗ്രന്ഥം. ഈ പുസ്തകം ഹോളി സ്പിരിറ്റ് ആൻഡ് ഈവിൾ സ്പിരിറ്റ് മനോഹരമായ മറ്റൊരു ഗ്രന്ഥമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ ദൈവത്തിന്റെ സന്താനത്തെങ്കിൽ
പെന്തക്കോസ്തർക്ക് വേണ്ടി മാത്രം എന്നുള്ള ഒരു പുസ്തകം കൂടെ ഇറക്കുവാനായിട്ട് കർത്താവ് എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഞാൻ എന്തുകൊണ്ട് കത്തോലിക്ക സഭ വിട്ടു എന്നുള്ള മനോഹരമായ ഈ ഗ്രന്ഥം കത്തോലിക്ക ബിഷപ്പന്മാരെ, പുരോഹിതന്മാരെ, ബിഷപ്പുമാരൊക്കെ വിട്ടുവരുന്ന ഈ കഴിഞ്ഞ മാസവും ഒരു കാണ്ടുവ ബിഷപ്പും 7 അച്ഛന്മാരും എടുക്കുന്നു. അവർക്കെല്ലാം ഇനി പുസ്തകം കൊടുക്കുവാനായിരുന്നു. ബിഷപ്പന്മാർക്ക്, വൈദികർക്ക്, അതുപോലെ ജഡ്ജിമാർക്ക്, അഡ്വക്കേറ്റന്മാർക്ക്, കളക്ടർമാർക്ക്, പോലീസ് മേധാവികൾക്ക് ഒക്കെ കൊടുത്ത് ചെയ്യാൻ സാധിക്കുന്നു. ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ മാത്രമല്ല 22 സൈസ് ട്രാക്റ്റുകൾ ദേവസേനയിൽ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. 3-4 മിനിറ്റോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ വിമോചനായ പുസ്തകം ട്രാക്റ്റ് ഇംഗ്ലീഷ്, മലയാളം, തമിഴ് മുതലായ ട്രാക്റ്റുകൾ, ബൈബിൾ സത്യങ്ങൾ, ഒരു യുവാവിന്റെ മനംതിരിവ്, കത്തോലിക്ക സഭയുടെ സത്യസഭയിലേക്ക്, അന്ധകാരത്തെ അത്ഭുത പ്രകാശത്തിലേക്ക്, യേശുവിന്റെ ജീവിതത്തിൽ കണ്ടുപിടുത്തങ്ങൾ, നിങ്ങൾ സന്തോഷവാനോ, യേശുക്രിസ്തു ഏക ഉത്തരം, ബൈബിൾ പഠന സഹായി, മാമോദിസ മുങ്ങണമോ, റോമൻ കത്തോലിക്ക സഭയിൽ പെന്തക്കോസ്ത് സഭയിലേക്ക്, സ്വർഗം എവിടെ എന്നുള്ളതും പ്രാർത്ഥനയ്ക്ക് മറുപടിയുള്ള തീസിസിനാണ് എനിക്ക് ഓർഡിനറി ഡോക്ടറേറ്റ് കിട്ടിയത്. കർത്താവ് 2ാം വരവ്, പ്രാർത്ഥനയ്ക്കുള്ള മറുപടി, ക്രൈസ്തവ സഭയുടെ നല്ല മനസാക്ഷിയോടെ നിഷ്കളങ്ക ചോദ്യങ്ങൾ, കത്തോലിക്കനെ ജനിച്ച് ഞാൻ എന്തുകൊണ്ട് പെന്തക്കോസ്ത് ചേർന്നു, മുള്ളിനോട് തയ്ക്കരുത്, ഞാൻ വിമോചനായ പുസ്തകം 1983, ഞാൻ എന്തുകൊണ്ട് കത്തോലിക്ക സഭ വിട്ടു, 1995 2000 കോപ്പി 2500 കോപ്പി അടിച്ചവിടെ സൗജന്യം വിതരണം ചെയ്തു. ഞാൻ വിമോചനായി പരിഷ്കരിച്ച ഒരു പുസ്തകം 2002 ജനുവരി, നിങ്ങളുടെ പൗരത്വം എവിടെ, ഈ വണ്ടി യാത്രക്കിടയിൽ ദൈവത്തിനാട്ടിൽ രക്ഷയുടെ നാട്ടിലേക്ക്, ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി 12 വർഷം ജീവിച്ചിരിക്കൂ, വൈദ്യശാസ്ത്രത്തെ തോൽപ്പിച്ച കുട്ടി 24 വർഷം ജീവിച്ചു. ഒരു അനുസ്മരണം ഫാദർ ജോയ് പറപ്പള്ളി അവളെ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനമുണ്ടോ, താങ്കൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ, പരിശുദ്ധാത്മാവിനെ നടത്തപ്പെട്ട ദൈവനിഷൻ പുസ്തകം 2008, 2013, 2015 3 പ്രാവശ്യം. ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വർക്ക് ഓഫ് ദ ഈവിൾ സ്പിരിറ്റ്, സാത്താന്യ പ്രഭുത്വം പരിശുദ്ധാത്മ പ്രവൃത്തിയും, ഞാൻ കണ്ട ഇസ്രായേൽ, ഞാൻ എന്തുകൊണ്ട് കത്തോലിക്ക സഭ വിട്ടു, പെന്തക്കോസ്തുകാർക്ക് വേണ്ടി മാത്രം എന്നുള്ള ഗ്രന്ഥം. ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതുവാൻ കർത്താവ് സഹായിച്ചു. ഈ മനോഹരമായ ഗ്രന്ഥം ഹൈന്ദവ മാർക്കറ്റിൽ നിന്ന് വന്ന തമിഴ് സ്ത്രീ സൗദി അറേബ്യയിൽ ഇരുന്ന് തന്നെ വായിച്ച് അന്യഭാഷ അഭിഷേകം പ്രാപിച്ച് 15 ദിവസം യോഗിച്ചോടെ കൊറിയയിലെ ഏറ്റവും വലിയ സഭയിൽ ആ പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യം വഹിപ്പാൻ തവിടെയാക്കി. USA നടന്നൊരു അനുഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, നെറ്റ് പ്രസംഗമുണ്ട്. ഈ 2020 ഞാൻ ഓൺലൈനായി പ്രസംഗിക്കും. പല വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. സമാഗമന കൂടാരം പഠിപ്പിച്ചു, സ്തോത്രകാഴ്ചയെ കുറിച്ച് പഠിപ്പിച്ചു, അതുപോലെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചു, കുരുത്തിലേഖനം പഠിപ്പിച്ചു, ഇപ്പൊ ശിഷ്യത്വം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചതായ ആലുവായുള്ള ടീച്ചർ അമ്മ, അവരുടെ ഒരു മകൾ അമേരിക്കയിലെ അവിടെ 15 വയസ്സുള്ള മകൻ അല്ലേലിയ പറഞ്ഞ നിൽക്കുക, അല്ലേലിയ പറഞ്ഞുകൊണ്ടിരിക്കുക, രാത്രിയും ഒരുപോലെ അല്ലേലിയ പറയും. അവൾ ആ സ്ത്രീ എന്നെ ആ ടീച്ചറമ്മ, ഞാൻ കാര്യം കണ്ടിട്ടില്ല, അവരെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട് പാത്രേ. ഞാൻ പറഞ്ഞാൽ വൈശാചികമാണ്, പ്രാർത്ഥിച്ച് എവിടെ തോന്നിച്ചു. നിശ്ചയമായി ദൈവകൃപയാൽ ഇത് പ്രാർത്ഥിച്ചു. അവന്റെ അല്ലേലിയ ആ നിലയിൽ നിന്നും 15 വയസ്സുള്ള കുഞ്ഞെ രാത്രിയും പോലും ഒരുപോലെ അല്ലേലിയ പറഞ്ഞാൽ അതിന്റെ അവസരം ആലോചിച്ച് നോക്കൂ. വളരെ പ്രയാസമായി അത്ഭുതമായി പിടിപെടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം 3-4 ദിവസം മുമ്പ് 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി വയനാട്ടിൽ നിന്ന് ഒരു ആളെ വിളിച്ച് പറയാണ്, രാത്രിയും പോലും മുഴുവൻ കരച്ചില്ല, ഡോക്ടർമാരെ കാണിച്ചു രക്ഷയില്ല. പ്രാർത്ഥിച്ചു, കരച്ചിൽ അത്ഭുതകരമായിരുന്നു. മറ്റൊന്ന്, ഞാൻ വിമോചനായ ഒരു ലഘുലേഖ, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ വയനാട്ടിലെ പ്രദേശത്ത് എവിടെയോ ക്രിസ്ത്യാനികളില്ലാത്തൊരു സ്ഥലത്ത് ഒരു ആശ്രമത്തിൽ കിടക്കുമ്പോൾ, ഇത് ധാരാളം അതുകൊണ്ട് കൊടുക്കാറുണ്ടല്ലോ, 22 ദിവസം താറ്റി വായിച്ചു കേൾപ്പിച്ചില്ലേ, അത് ഞാൻ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കും, ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കും, ഇത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. അങ്ങനെ വിതരണം ചെയ്തപ്പോൾ ഞാൻ വിമോചനായ ട്രാക്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ എന്നെ ജീവിച്ച സാക്ഷ്യമുണ്ട്. അവനെ ട്രാക്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ മനുഷ്യനെ രക്ഷിച്ച യേശു എന്നെ രക്ഷിപ്പാൻ മിടുക്കൻ വിശ്വസനല്ലേ. RCC ക്യാൻസർ തീറ്റിയത് മഴത്തിരിക്കുക BSc കാരനാണ്. അവന്ന് രാത്രി യേശു ഒരു ഉപദേശിയാക്കി ചെന്നു, ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു, കുടിച്ചു. രാവിലെ എഴുന്നേറ്റപ്പോൾ നയമാന്റെ കുറ്റം മാറി പോലെ മാറി. പിറ്റേ ദിവസം RC പോയി. ഞാൻ പറഞ്ഞ ട്രാക്റ്റും പോക്കറ്റിട്ട് കാണിച്ചതുകൊണ്ട് അല്ലെ പാട്ട് അഡ്രസ് അയച്ചെന്നാൽ അയച്ചുതരാം. ആ ട്രാക്ട് കാണിച്ചു. യാക്കോബ് ഡോക്ടർ ഈ ട്രാക്ട് വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് യേശു വിടുവിച്ചെന്ന് പറഞ്ഞു. അവൻ അവിടെ നിന്ന് വിളിച്ചെന്നെ. ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞെ ഇങ്ങനെ എത്രയോ ആളുകൾ സൗഖ്യമാകും, ഇവരെ നമ്മുടെ വന്ന് ഞാനെന്താ ചെയ്യും?
നിങ്ങൾ വരണ്ടായിരുന്നു. പക്ഷെ അവൻ സ്നേഹമുള്ളവനായിരുന്നു. എന്റെ ഭാര്യയുടെ ആങ്ങളുടെ മകളുടെ കല്യാണം ഉറപ്പ് നെടുങ്ങാടപ്പള്ളി നടക്കുമ്പോൾ CSA പള്ളി നടക്കുക. ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് പോയി സംബന്ധിക്കുമ്പോൾ ഇവൻ അയൽക്കുന്നത് എത്തിയിരിക്കുക. ഞാൻ പെട്ടെന്ന് കാലെടുത്ത് ഓടി ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് അവിടെ പറഞ്ഞു, ഇവിടെ രോഗശാന്തി കിട്ടിയതിന്റെ വിഷയം നിത്യജീവനാണ് വലിയ വിഷയം. റോമാലയം 10:9 കിട്ടിയത് അറിയാനപ്പെടുത്തല്ലോ. കൊടുത്തവനെ കൈവച്ച് സമർപ്പിച്ചു. ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് അവന്റെ ഫോട്ടോ സഹിതമുണ്ട്. അവന്റെ അനുഭവ കർത്താവിനെ സൗഖ്യമാക്കി. അവനെയും രക്ഷകടത്തി IPCയിലെ ഡിസ്ട്രിക്ട് ബാബു വെബ്രാവ് എന്ന് പറയുന്ന കോഴിക്കോട് ദേവദാസന കൈ സ്ഥാനപ്പെട്ടവിടെ ആരാധിക്കുന്നു. അവൻ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉണ്ണിക്കിട്ടുന്ന എനിക്ക് മനസ്സിലായി ആള് മാറി. ക്രിസ്തുവിനെ അങ്ങനെ ചെയ്യുമ്പോൾ ആള് മാറി പോലെ ആയിത്തീരും. അവൻ ആള് മാറി, ജോലിയായി, 40,000 ശമ്പളമായി, പരിപാലനത്തിന് വേണ്ടി വിളിക്കുക. അങ്ങനെയാണ് അത്ഭുതങ്ങൾ. അത് എത്രയെത്ര അത്ഭുതങ്ങൾ അവിടെയാളെ പറഞ്ഞ് ശുശ്രൂഷിക്കാളല്ല, നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തുവാനുള്ള സാധിക്കുന്ന സ്വത്രം. ദൈവത്തിന്റെ കൃപയാല് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ പറയാറുണ്ട്. ഒത്തിരി പേര് സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്, ഒത്തിരി പേര് ബൈസ്കൂളിൽ വിട്ടിട്ടുണ്ട്, ഒത്തിരി പേര് എനിക്ക് ശക്തന്മാരായ ദൈവസഭയിൽ ശുശ്രൂഷകന്മാരായ ഡിസ്ട്രിക്ട് തീരുവാൻ കണ്ടുപിടിയാക്കിയിട്ട് അപ്പോൾ തന്നെ 8 സംഘടനകളുടെ ഔദ്യോഗികമായ പ്രവർത്തനങ്ങൾ ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റൂസ് വാരിക എന്ന് പറയുന്ന വാരികയുടെ എഴുത്തുകാരനും റിപ്പോർട്ടറുമാണ്. മണക്കാല തിയോളജി സെമിനാരിയുടെ അലൂമിനിയുടെ വൈസ് പ്രസിഡന്റ്, ട്രഷറർ, ജോയിന്റ് സെക്രട്ടറി, ഇപ്പോൾ അതിന്റെ കമ്മിറ്റി മെമ്പറാണ്. അതുപോലെ ഹോസ്പിറ്റൽ മിനിസ്റ്റേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ കോട്ടയം ജില്ലയുടെ രക്ഷാധികാരി, നേരത്തെ ജോയിന്റ് കൺവീനർ, ട്രഷറർ, കൺവീനർ, പ്രയർ കൺവീനർ, അങ്ങനെയുള്ള പ്രവർത്തനം. ഇപ്പോൾ രക്ഷാധികാരിയായി പ്രവർത്തിക്കുക. ശാരീരിക കാഴ്ചവെച്ച് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയുടെ കമ്മിറ്റി മെമ്പറായി വർക്ക് ചെയ്യും. അവർ ഏകോശമ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം ഉണ്ടായ കാരണം ഞാൻ വന്നപ്പോൾ വലിയ എതിർപ്പോലും കല്ലേറുമ്പോഴും ഉണ്ടായി. എന്റെ വീടിനെ കടാരിയുമായിട്ട് വന്ന് കുത്താൻ വന്നു. എന്നെ ബന്ധിക്കാനായിട്ട് മന്ത്രവാദികൾ വീടിന്റെ വാർക്ക് വന്നിരുന്നു. മന്ത്രവാദം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ യഹോവ ശമ്മ പ്രയർ ഗ്രൂപ്പ് എന്നും യഹോവ ശമ്മ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സംഘടന ആരംഭിച്ചു. കഴിഞ്ഞ 33 വർഷമായി എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഞാനും എന്റെ ഭാര്യയും തനിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികം ഉണ്ടായിരുന്നപ്പോൾ 10-40 പേര് കൂടുന്ന പക്ഷേ ഭക്ഷണം കൊടുക്കുവാനും പാറ്റുമാർ വണ്ടിക്കുള്ള ഒരു കഴിവില്ലാത്ത അവസ്ഥയായി. ഇപ്പോൾ എനിക്ക് ഒരു 15,000 രൂപ ഒരു മാസം ഉണ്ടെങ്കിലേ മരുന്നുണ്ടെങ്കിലേ കിട്ടിയെങ്കിലേ കൊണ്ടു. ആ 15,000 രൂപ ആരെങ്കിലും തന്നെങ്കിൽ മാത്രമേ മരുന്ന് മേടിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. നിരാശയില്ല, ഭാരമില്ല, അന്നന്ന് ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ചുരുക്കമായി പറയാനുള്ള സ്വത്രം. ചുരുക്കമായിട്ട് അത്രയും കാര്യം പറയുമ്പോൾ ഇന്ത്യയിലെ പെന്തിക്കോസ്ത് സമൂഹം ഏറ്റവും ആദരിച്ചതായിട്ടുള്ള കഴിഞ്ഞ 24-ന് തിരുവല്ല വെച്ച് നടന്ന ഏറ്റവും വലിയ കൺവെൻഷന് 50 വർഷം കർത്താവിന് വേണ്ടി വിശ്വസ്തോടെ സേവനം ചെയ്ത വ്യക്തികൾക്കുണ്ടായ അവരൊരു മെമ്മോണ്ടോ, ഇവിടെയുള്ള മെമ്മോണ്ടോ മാത്രമല്ല, ക്യാഷ് അവാർഡ്, ഒരു കണ്ണാടി ദൈവത്തിന് സ്വത്രം നൽകാൻ സാധിച്ചു. ഇതൊക്കെ അർഹനല്ല, അതിന് യോഗ്യനല്ല. എന്റെ കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിന് സ്വത്രം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാണിക്കുകയാണ്. കർത്താവിന് സ്വത്രം. 2, ഇതൊരു അവാർഡാണ്. ഈ അവാർഡ് ബേർസേവ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗായക സംഘമുണ്ട്. അവർ നടത്തിയ മീറ്റിംഗിൽ എന്നെ ആദരിച്ച ഒരു അവാർഡാണ്. 1900 വെച്ച് നടന്ന വലിയ 57 സഭകൾ ഒന്നിച്ച് നടന്ന ഒരു കൺവെൻഷനെ എന്നെ ആദരിച്ചതാണ്. ഇതൊരു സിൽവർ ജൂബിലി നടത്തിയ പ്രിയപ്പെട്ട അവാർഡാണ് കഴിഞ്ഞ വർഷക്കാലം. കഴിഞ്ഞ വർഷക്കാലം എന്ന് പറഞ്ഞാൽ ന്യൂ ഹോപ്പ് വലിയ സംഘടന, വലിയ പ്രവർത്തനമാണ്. അവർ സഹായിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പേര് പ്രസിദ്ധിക്കപ്പെടില്ല. ദൈവം പിടിവിച്ച ഒരു മനുഷ്യനെ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും? ഹോസ്പിറ്റൽ ഇന്ത്യ കോട്ടയം ഡിസ്ട്രിക്ട് കോർഡിനേഷന്റെ സുവിശേഷ ധ്യാനാങ്കണത്തിൽ അച്ഛനായി പോരാടി. ഉപദേശ വിശുദ്ധിയുടെ കർക്കശതയും കൃത്യനിഷ്ഠയുടെ പര്യായമായും തളർത്താത്ത കർമ്മയോഗി അയക്കുന്നത്തിന്റെ അപ്പസ്തോലൻ ഡോക്ടർ PK ജോൺസനെ HME കുടുംബത്തിന്റെ സ്നേഹാദരവ് കഥാസ്തോത്രം കോട്ടയം ജില്ലയുടേതാണ്. ദൈവത്തിന്റെ സ്തോത്രം. 39 വർഷത്തെ പ്രവർത്തനത്തിൽ 2005 ചത്തോക്കൊണ്ട് CP മാത്യു നടത്തുന്ന ഒരു അവാർഡ് തന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. 39 വർഷത്തെ മണക്കാലായുള്ള ബൈബിൾ കോളേജിന്റെ സെമിനാരിയുടെ വിവിധ നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സെമിനാരി വന്ന 39ാമത്തെ വർഷം ഗ്രാജുവേഷൻ നൽകിയ ഒരു മെമ്മന്റോയാണ്. ഇതും ഗ്രാജുവേഷൻ ചെയ്ത മണക്കാലായിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുത്ത അവാർഡ് എനിക്ക് ലഭിച്ചതാണ്. ഞാൻ ആ 49 വർഷത്തെ ഗ്രാജുവേഷൻ സംബന്ധിച്ച വ്യക്തിയാണ്.
ഹോസ്പിറ്റൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയാണ്. അതിന്റെ വലിയ പ്രവർത്തകനാണ് ഉള്ളത്. അതിന്റെ 25 വർഷത്തെ സേവനത്തിൽ നൽകിയ ഒരു അംഗീകാരമാണ് ദൈവത്തിന് സ്വത്രം. കർത്താവിനോട് സ്വത്രം. ഇത്രയും കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ ഇതിന്റെ പേരിന് പ്രസിദ്ധിക്കാൻ വേണ്ടിയല്ല, കർത്താവിനെ അനുഗമിക്കുവാൻ അല്ലെങ്കിൽ പുറപ്പെടുന്ന പ്രചോദനവും ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാവുന്നവരെ ദൈവം കൈവിടുകയില്ല എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുമെന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കർത്താവിന് സ്വത്രം. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എനിക്ക് ചില പ്രത്യേകമായ കാര്യം പറയാനുള്ളത്. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ട് രക്ഷിക്കപ്പെടണമേ, നിങ്ങൾ സ്ഥാനപ്പെടണമേ, നിങ്ങൾ അഭിഷേകം പ്രാപിക്കണമേ. കർത്താവിന് വേണ്ടി വേലയ്ക്ക് ഇറങ്ങിയവരെ നിങ്ങൾ പ്രത്യാശ ജീവിക്കണമേ. നിങ്ങൾക്ക് 10 രൂപ കിട്ടിയാൽ 1 രൂപ ദൈവത്തിന് വകയാണ്, അത് കൊടുക്കണം. എനിക്ക് 1 ലക്ഷം കിട്ടിയപ്പോഴും 50,000 കിട്ടിയപ്പോഴും 25,000 കിട്ടിയപ്പോഴും കൃത്യമായി അതിന്റെ ടൈറ്റ് മാറ്റിവെച്ച് കൊടുത്തതിന് നന്ദിയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ബാങ്ക് ബാലൻസോ ഡിപ്പോസിറ്റുകളോ അല്ലെങ്കിൽ കൃത്യമായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ദൈവം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ഭയത്തിന്റെ പ്രമാണത്തിൽ കൃത്യമായി എന്നെ ഇന്ന് വരെ നടത്തുന്നു. എന്റെ മൂത്ത മകളുടെ വിവാഹത്തിന് 5 പൈസ കയ്യിലായിരിക്കുമ്പോൾ പെന്തിക്കോസിലോ 10 ലക്ഷമോ 8 ലക്ഷമോ സ്ത്രീധനം ചോദിച്ചെടുത്ത് 1 രൂപ പോലും ചോദിക്കാത്ത ഒരുത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു. ഒറ്റ പൈസ കയ്യിലായിരുന്നു. പണക്കാരായി കുഞ്ഞുമനച്ചായൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ TG കോച്ച് എന്ന് പറയുന്ന അദ്ദേഹം 10,000 രൂപ മാത്രം വെച്ച് സ്വന്തം ചെയ്തു. 1,27,000 രൂപ കല്യാണ ചെലവായി എങ്ങനെ നടന്നു അതുകൂടാ. അതോടുകൂടി അയർക്കുന്ന പഞ്ചായത്തിൽ വേപ്പറ്റിയെ പോലെ ഓടിക്കപ്പെട്ട എന്നെ 80ലധികം അത് 69 പാസ്റ്റേഴ്സും 6 വൈദികരും കല്യാണം നടത്തിയപ്പോൾ ഞാൻ വലിയ കോടീശ്വരനാണെന്ന് അയർക്കുന്ന പഞ്ചായത്തിലെ ആളുകൾ പറയത്തക്കതുപോലെ കൃപയാൽ ദൈവം എന്നെ ആദരിച്ചു. എന്റെ വീട്ടിൽ ധാരാളം വൈദികർ വരുന്നു. എന്റെ വീട്ടിൽ അനേകം പുരോഹിതന്മാർ വരുന്നു, ബിഷപ്പന്മാർ വരുന്നു. ഒരു സാക്ഷി കൂടെ പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. കേരളത്തിന്റെ DGP ആയി റിട്ടയർഡ് ചെയ്ത രാജസ്ഥാൻകാരനായ രാജ് സിംഗ് എന്ന് പറയുന്ന ഒരാള് കോട്ടയം DSP ആയിരുന്ന ആളാണ്. അദ്ദേഹം മലയാള മനോരമയിൽ 2 വർഷം മുമ്പ് ജൂലൈ മാസത്തിൽ ഒരു പ്രഖ്യാപനം ചെയ്തു. അദ്ദേഹത്തിന്റെ കമന്റ്, അദ്ദേഹത്തിന്റെ ഇത് അവസാനം അദ്ദേഹം സൺഡേ സപ്ലിമെന്റ് എഴുതിയത്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, എന്റെ ഭാര്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഭാര്യ പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു. ഞാന് അമ്പലത്തിൽ പോകുന്നില്ല, പള്ളിയിലും പോകത്തില്ല. ഞാന് വിട്ടില്ല. ഞാൻ ആ പത്രത്തിൽ കണ്ട ആ നമ്പർ വെച്ച് വിളിച്ചു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ PK ജോൺസൺ പറപ്പള്ളി ആയപ്പോൾ എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു, ദൈവമുണ്ട്. പുള്ളിയോ ദൈവം ഇല്ല. ഞാൻ പറഞ്ഞു, ദൈവമുണ്ട്. പുള്ളിയോ ദൈവം ഇല്ല. ഞാൻ പറഞ്ഞു, സിംഗ് ഉണ്ടോ? ഉണ്ട്. ജോൺസൺ ഉണ്ടോ? ഉണ്ട്. 2 പേരും ഉണ്ട്, ദൈവം ഉണ്ടെന്ന് പറഞ്ഞു 1.5 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞതായ പുസ്തകം 8 പുസ്തകം ഉണ്ടല്ലോ, അതിൽ 5 പുസ്തകം ഷോക്ക് ഉണ്ടായിരുന്നുണ്ട്. 5 പുസ്തകവും ഇംഗ്ലീഷ് ബൈബിൾ 22 ഞാൻ വായിച്ചു കഴിഞ്ഞ ട്രാക്ട് 22 പ്രൈസലോ ബൈബിളുകൾ വായിച്ചു കൊടുത്തു. 3 മാസം പ്രാർത്ഥിച്ചു. എന്റെ മെസ്സേജുകൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ, ഈ ഡിസംബർ ആ പോകുന്നു, കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യേശു ജീവിക്കുന്ന ദൈവമാണ്. ഇന്നലെ ക്രിസ്തീയ പാട്ട് നീ കൃത്യസ്ഥലം പാടുക, സ്ഥലമെടുത്ത് താമസിക്കുകയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ആത്മാവിനെ തരുമെന്ന് ദൈവം ഇവിടെ ഇരുന്നുകൊണ്ട് തരികയാണ്. 10 വർഷം മുമ്പ് ഒരു പ്രവചനമുണ്ടായി, നിന്റെ വീട് റേഡിയോ നിലയം പോലെയാകും. 2020 ജനുവരി മുതൽ ഇവിടെ റേഡിയോ നിലയമായി ശുശ്രൂഷിക്കുകയാണ്. 100 സഭായങ്ങൾ കൊറോണ സമയത്ത് ഞാനിവിടെ ഭാര്യയും നടന്നു. 100 കണക്കിന് ആളുകൾ സമ്മതിക്കുമായിരുന്നു. അതേ, ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ സാക്ഷ്യത്തിന് വേണ്ടി സമയം നൽകി തന്ന ദൈവദാസനും അരോമ ജീവിക്കും പ്രത്യേക സ്നേഹവും വന്ദനം അറിയിക്കുമ്പോൾ പെന്തക്കോസ്ത് സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, നമ്മുടെ സംഘടനാ സ്പിരിറ്റും നമ്മുടെ രാജ്യവും എല്ലാം വിട്ട് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം മറ്റുള്ള പകർന്നു കൊടുക്കുവാൻ, ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഉയർത്തുവാൻ എന്റെ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവർക്ക് ഇവിടെയാകണം എന്ന് ഞാൻ ആഗ്രഹിക്കും. എന്റെ വീട്ടിൽ വരുന്ന കത്തോലിക്ക വൈദികരോട് കന്യാസികളോട് ഞാൻ സുവിശേഷം പറയുകയും അവരെന്നെ കൂടെ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും. കത്തോലിക്കരായ എന്റെ സഹോദരി സഹോദരന്മാരുടെ വീടുകളിൽ വിവാഹം നടന്നാൽ എന്നെ കൊണ്ട് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച്
അനുഗ്രഹിച്ച് അവര് കല്ലിൽ കൊണ്ടുപോകുന്നു. അവിടെ ഞാൻ പെന്തക്കോസുകാരന്റെ തീരെ പ്രാർത്ഥിക്കുന്നു, പെന്തക്കോസ് ഉപദേശം വന്നേ പ്രാർത്ഥിക്കുന്നു. പ്രൈസലോ. അവിടെ മരണവീടിലെത്തിയാൽ ദൈവം എന്റെ 67ഓളം ആളുകൾ, കത്തോലിക്കലായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ യേശു ക്രിസ്തുവിനെ സുവിശേഷീകരിപ്പാൻ എനിക്ക് മരണവീടുകളിൽ സാധിച്ചു. അതൊക്കെ എന്നോട് ദൈവം കാണിച്ചു. കാരണം ദൈവത്തിന്റെ വിശ്വസ്തതയുമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തന മേഖലയെ ധാരാളം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഫോൺ നമ്പർ ചോദിച്ചിട്ടുള്ളത് പറയാം. ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. പല ഭാഷമാരുടെയും പേരുകളെയും കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സായി. താങ്ക് യു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോൺസൺ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പറയുവാൻ മണിക്കൂറുകൾ കൊടുത്താലും തികയാത്തതുപോലെ അനുഭവങ്ങളുടെ സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്ന ദൈവമനുഷ്യൻ. 80 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഇന്നും ഒരു നല്ല യൗവനം വാക്കിലും ചിന്താഗതിയിലും മനസ്സിലും എല്ലാ നിലയിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം ഈ വാക്കുകളിലുടനീളം വളരെ തീവ്രമായി തീക്ഷ്ണമായി വെളിപ്പെട്ട് നിൽക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലേബ് പറഞ്ഞതുപോലെ ഇന്നും വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തന്നിരിക്കുന്നല്ലോ. ആ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുവാൻ കർത്താവ് സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാനുഷികമായി നോക്കിയാൽ കേവലം 2ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനത്തിൽ മോശമായിരുന്നു, 1ാം ക്ലാസ്സിൽ 4 വർഷം പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ, അനുഭവങ്ങൾ കാണുമ്പോൾ അത് വിശ്വസിക്കാൻ പോലും കഴിയില്ല. കേവലം 1ാം ക്ലാസ് 2ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസമെങ്കിലും ഇന്ന് ഒരു PhD കാരൻ എന്നുള്ള ആ ഒരു പദവിയിലേക്ക് ദൈവം ഉയർത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. മാനുഷികമായുള്ള കഴിവുകളും അറിവുകളും ബുദ്ധിയും ഒന്നുമല്ല ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നതെന്ന് തിരുവെഴുത്തുകൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. നാം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരു ഉപകരണമായി നാം നിന്നുകൊടുത്താൽ മതി. തിരുവെഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു, കല്ലിലും എല്ലിലും മറ്റ് പലവിധമായ മണ്ഡലങ്ങളിലുമൊക്കെ ദൈവം പ്രവർത്തിച്ചപ്പോൾ അതൊക്കെ തീവ്രമായ ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി തീർന്ന സാഹചര്യം. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ, സാഹചര്യങ്ങൾ ഒന്നും നോക്കാതെ ദൈവം ഏൽപ്പിച്ച അതിശ്രേഷ്ഠമായ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങൾ, ട്രാക്റ്റുകൾ, ലേഖനങ്ങൾ, മീഡിയയിലൂടെയുള്ളതായ പ്രവർത്തനങ്ങൾ, വിവിധ നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വിവിധ സ്ഥാപനങ്ങളുടെ മുൻനിരയിലൊക്കെ ദൈവം നിർത്തി ഉപയോഗിച്ചല്ലോ, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും കർത്താവിനെ അറിഞ്ഞപ്പോൾ ആ സത്യം അന്നും ഇന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞ സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഒരു ഘട്ടത്തിൽ സുവിശേഷത്തെയും സുവിശേഷ പ്രവർത്തകരെയും കല്ലെറിഞ്ഞു, അവരെ ദേഹോപദ്രവം ചെയ്തു, അവരെ ആട്ടി ഓടിച്ചെങ്കിൽ ഇന്ന് ശൗലിനെ പൗലോസാക്കിയതുപോലെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവമനുഷ്യൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് ഉപയോഗിക്കട്ടെ. കർത്താവ് പിന്നെ ശക്തമായി കർത്താവിൻ്റെ വേലിൽ വർദ്ധിച്ചു വരുവാൻ സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, ഇതിനോടകം ഈ അഭിഷിക്തൻ്റെ പുസ്തകങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ
ഈ ദൈവഭൃത്യൻ്റെ വാക്കുകൾ, വചനങ്ങൾ, ശുശ്രൂഷകളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം. തീർച്ചയായിട്ടും ഈ സാക്ഷ്യവും നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഈ വാത്സല്യ പിതാവിനെ വിളിച്ച് തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച് ഇന്ന് നിർത്തിയിരിക്കുന്ന ദൈവം നിങ്ങളെയും തിരഞ്ഞെടുക്കുവാൻ, ഉപയോഗിക്കുവാൻ, നിർത്തുവാൻ ഇടയായിത്തീരും. നമ്മൾ ഒരു ഉപകരണമായി, ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ഉപകരണമായി, ഒരു വസ്തുവായി കർത്താവിന് പണിയുവാൻ നാം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മളെ രൂപപ്പെടുത്തുവാൻ, പരുവപ്പെടുത്തുവാൻ, ഉപയോഗിക്കുവാൻ, ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കൂ. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, കേട്ടതായ ഈ സത്യം, ഈ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വിഷയങ്ങളിൽ ഒരനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നാം ഇരിക്കുന്ന ഇടത്ത് ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഈ സമയത്ത് അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കാം. പ്രാർത്ഥിക്കാം. സത്യവനായ ദൈവമേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽക്കാലം വരെയും ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. വിശേഷാൽ കർത്താവേ, അരോമ TV എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം അത് കർത്താവെ സ്ഥാപിച്ച് കൊണ്ടുപോകാൻ ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ കർത്താവെ ദാനിയേലിനെ കർത്താവ് തിരഞ്ഞെടുത്തല്ലോ. അതിലെത്രയോ പ്രവർത്തകരുണ്ട്. അവരെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ആയിരങ്ങൾ പതിനായിരങ്ങൾ കേൾക്കുന്നതായ അനുഭവങ്ങളും അതിന് ശുശ്രൂഷകളും താവേ നിത്യരാജ്യത്തിന് അവകാശമായി തിരുവാതിരവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകം നേടുന്നതിന്റെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം എന്നെ ആത്മാവിന് പരമായി എന്ത് കൊടുക്കുമെന്ന ചോദ്യം വലിയവരോടും ചെറിയവരോടും കർത്താവ് ചോദിക്കുന്നതാണല്ലോ. ആ ചോദ്യം കർത്താവെ ഈ സന്ദേശം കേൾക്കുന്ന ജീവിതങ്ങളോട് കർത്താവ് സമ്പാദിച്ചുകൊണ്ടിരിക്കണമെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു കാലത്ത് കർത്താവിന്റെ സമയമായപ്പോൾ നീ വിളിച്ചേ തിരിച്ചേ നിന്റെ അഭിഷേകത്തിനായി ദൈവത്തിന്റെ യേശുവിന് നാട് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം വേർതിരിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനോട് കുടുംബത്തോടുള്ളതായ നന്ദി, സ്നേഹ വിതരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം, ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവസേനയിൽ പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹ വിതരണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്കും ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയും കൂടുവാൻ മുഖാന്തരമാകുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.